ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശ. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീതി ലക്ഷണങ്ങളും ഫലങ്ങളും, അതുപോലെ തന്നെ നമ്മളൊരു ആ വീതി ലക്ഷണങ്ങളിൽ തന്നെ ഗുണകരമായ വീഥികളും ദോഷകരമായ വീഥികളും ഉണ്ട്. അതിലെ ഗുണകരമായ വീഥികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടും ദോഷകരമായ വീഥികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടും അല്ലെ ഉൾക്കൊള്ളിക്കാതെയും ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത്രേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുള്ളൂ. അപ്പോൾ നമ്മളിനി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ ആ കഴിഞ്ഞ ക്ലാസ് എടുത്ത് ഒന്നുകൂടെ എടുക്കാം, പ്രസൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്താണ് ലാൻഡ്സ്കേപ്പിംഗ്. അതിന് ഒന്നും എടുക്കുന്നില്ല. അത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആ ഹൈറ്റ് വെച്ചിട്ട് വീടിന് ചുറ്റും വാസ്തുമണ്ഡലത്തിനുള്ളിലായിട്ട് വീടിന് വെളിയിലുമായിട്ടുള്ള ആ ഭാഗത്ത് എത്രത്തോളം വീതിയിലെടുക്കാമോ, അത് സ്ഥലത്തിൻ്റെ വലിപ്പം അനുസരിച്ച്, വലിപ്പം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ വിസ്തീർണം കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലം എടുക്കാം. അതല്ല കുറഞ്ഞ വിസ്താരമുള്ള സ്ഥലമാണെങ്കിൽ അധികം സ്ഥലം എടുക്കാൻ ഒക്കില്ല ഈ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ക്രമീകരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ വിധത്തിൽ വീടിന് ചുറ്റുമുള്ള ഭാഗം, അത് വാസ്തുമണ്ഡലത്തിനകത്തുള്ള ഭാഗം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ക്രമീകരിക്കുന്ന വീടുകൾക്ക്, അങ്ങനെയുള്ള വീടാണെങ്കിലും അല്ല മറ്റെന്ത് കെട്ടിടമാണെങ്കിലും അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് അങ്ങേയറ്റം വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നു. വാസ്തുശാസ്ത്രം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. കാരണം ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദോഷങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെയാണ് ആ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ അടുത്തതായിട്ട് സ്ഥാനനിർണ്ണയമാണ്. സ്ഥാനനിർണ്ണയം എന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥാനനിർണ്ണയം നമ്മുടെ ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ കഴിഞ്ഞാണ്. എന്തായാലും ഒന്ന് അതുകൊണ്ട് ഡിപ്ലോമ കോഴ്സിൽ പോലെ അത്ര വിശദമായിട്ട് നമ്മൾ പോവില്ല. കാരണം അങ്ങനെ പോകാൻ നമുക്ക് പറ്റില്ല. റിവിഷന് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് പോകും. സ്ഥാനനിർണ്ണയം നമുക്ക് 3 വിധത്തിലുണ്ട്. അത് സ്ഥലത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം, ഇങ്ങനെ 3ആയിട്ട് വസ്തുവിനെ അല്ലെങ്കിൽ സ്ഥലത്തെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലുത് മഹാക്ഷേത്രം. മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ 128 കോൽ അങ്ങനെയൊക്കെ നമുക്ക് നേരത്തെ ബേസിക് കോഴ്സിൽ എടുത്തതാണ്. മാനനിർണ്ണയം എന്നുള്ള ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിയതാണ്. 128 കോൽ നീളവും അതുപോലെ തന്നെ 128 കോൽ വീതി, മിനിമം 128 കോല് അല്ലെങ്കിൽ എബോവ് 128 കോലും അതിൽ കൂടുതലും നീളവും വീതിയുമുള്ള ഒരു വസ്തുവാണ് നമുക്ക് മഹാക്ഷേത്രം എന്ന് പറയുന്നത്. ഈവൻ ഏതെങ്കിലും ഒന്ന്, ഇപ്പം നീളം 150 കോലുണ്ട്, വീതി 100 കോലേ ഉണ്ടെങ്കിൽ അത് മഹാക്ഷേത്രമല്ല. കാരണം നീളവും വീതിയും കുറഞ്ഞത് 120 വെച്ച് വേണം. അങ്ങനെ നീളവും 120, വീതി 120 ആയാലും മഹാക്ഷേത്രമാണ്. പക്ഷെ 120 കുറവാണെങ്കിൽ അത് മധ്യമക്ഷേത്രമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ അതാണ് മഹാക്ഷേത്രം. മധ്യമക്ഷേത്രമാണെങ്കിൽ 70 കോലിന് മുകളിൽ 120 കോല് താഴെ, 70 കോലും അതിന് മുകളിലും. 120 കോലായി നീളവും വീതിയും രണ്ടും 120 അതിൽ കൂടുതലും ആകുകയാണെങ്കിൽ അത് മഹാക്ഷേത്രമാകും.
അതുപോലെ തന്നെ 70 കോലിലാണ് മധ്യമക്ഷേത്രം. 70 കോൽ 120 വരെയുള്ള മധ്യമക്ഷേത്രമാണ്. 70 കോലിന് താഴെയുള്ളതൊക്കെയാണ് അല്പക്ഷേത്രം. അപ്പോൾ ഇതിന്റെ വലിപ്പത്തെ പറ്റി ഐഡിയ കിട്ടണം. ഈ കോൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത ഒരു ഇതാണ് കോൽ ഉപയോഗിക്കാത്തതാണ്. നമ്മൾ സാധാരണ മീറ്ററും സെന്റിമീറ്ററും ഒക്കെയാണ് നമുക്ക് കൂടുതൽ പരിചയം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഏരിയ പറയുകയാണെങ്കിൽ നമുക്കൊരു വസ്തുവിന്റെ ഏരിയ പറയുമ്പോൾ സെന്റ്, ഏക്കർ അതൊക്കെയാണ് നമുക്ക് കൂടുതൽ പരിചയം. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മഹാക്ഷേത്രം എന്ന് പറയുന്നത്, അതായത് 128 കോൽ നീളവും 128 കോൽ വീതിയുമുള്ള ഒരു സ്ഥലം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീടുണ്ടാക്കിയതല്ല, ഏതാണ്ട് ഒരു 3 ഏക്കറിൽ കൂടുതൽ വരും. ഏതാണ്ട് 3 ഏക്കർ 10 സെന്റ് 3 ഏക്കർ 10 സെന്റോളം വരും. അപ്പോൾ ഒരു 3 ഏക്കറോ അതിൽ കുറവൊക്കെ ഉള്ള സ്ഥലമൊന്നും മഹാക്ഷേത്രത്തിൽ വരില്ല. സോറി, മധ്യമക്ഷേത്രത്തിൽ വരില്ല. 3 ഏക്കറിൽ കൂടുതലുള്ളത്, 3 ഏക്കറിൽ കുറവുള്ള മഹാക്ഷേത്രത്തിൽ വരില്ല. 3 ഏക്കറോ അതിൽ കൂടുതലൊക്കെ വരുന്നത്, 3 ഏക്കർ 10 സെന്റാണ് അതിന് മിനിമം വരുന്നത്. അതിൽ കൂടുതൽ വരുന്നത് മാത്രമേ ഈ മഹാക്ഷേത്രം എന്നുള്ള ആ ഒരു നിർവചനത്തിൽ വരുന്നുള്ളൂ. പിന്നെ മധ്യമക്ഷേത്രം എന്ന് പറയുന്നത് 70 മുതൽ 129 താഴെ, 70 കോൽ മുതൽ 129 കോലിന് താഴെ വരെയുള്ളതാണ് മധ്യമക്ഷേത്രം. അതും തീരെ ചെറുതല്ലാണ്. ഒരു 60 സെന്റോളം വരും. 60 സെന്റ് എങ്കിലും മിനിമം വേണം. 60 സെന്റിൽ കുറവുള്ളതൊന്നും മധ്യമക്ഷേത്രത്തിൽ പോലും വരില്ല. അപ്പോൾ അത് മധ്യമക്ഷേത്രം. പിന്നെ താഴ്ചയുള്ള നമ്മൾ അത് 1 സെന്റ് ആയാലും 10 സെന്റ് ആയാലും എല്ലാം ഈ 60 താഴെയുള്ളതൊക്കെ അല്പക്ഷേത്ര വിധിയാണ്. അപ്പോൾ ഈ 3 വിധികൾ നമ്മൾ കഴിഞ്ഞ ഡിപ്ലോമ കോഴ്സിൽ മനസ്സിലാക്കിയതാണ്. പക്ഷെ നമ്മൾ ഓടിച്ചെന്ന് പോകും. അപ്പോൾ സ്ഥാനനിർണയം മഹാക്ഷേത്രത്തിനും ഞാൻ പറഞ്ഞു 128 കോൽ നീളം, 128 കോൽ വീതി. കുറഞ്ഞത് 128 കോൽ നീളവും വീതി, അതായത് 128 കോൽ നീളവും വേണം. അതുപോലെ 128 കോൽ വീതിയും വേണം. സ്ക്വയർ അല്ലെങ്കിൽ അതിൽ വലുതുമാകാം. 128 കഴിഞ്ഞിട്ട് സ്ക്വയർ ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം 150 കോൽ നീളവും 128 കോൽ വീതി അല്ലെങ്കിൽ 130 കോൽ വീതി ആയാലും അത് മഹാക്ഷേത്രമാണ്. നീളമായാലും വീതി ആയാലും ഏറ്റവും കുറവ് 128 വേണം. അപ്പം അങ്ങനെ മഹാക്ഷേത്രത്തിന് നമ്മൾ സ്ഥാനനിർണയം ചെയ്യാനുള്ള നമ്മുടെ ഡിപ്ലോമ കോഴ്സിൽ മനസ്സിലാക്കിയതാണ്. അത് മഹാക്ഷേത്രത്തിന് സ്ഥാനനിർണയം വരുമ്പം 9 വീഥികളായിട്ട് തിരിക്കും. 9 ഓടിച്ച് കാണിച്ചു തരാം. 9 വീഥികളായിട്ട് തിരിക്കും. ഈ 9 അല്ലെങ്കിൽ പിന്നെ 16 ഖണ്ഡങ്ങളായി തിരിക്കും. രണ്ട് മെത്തേഡുണ്ട് മഹാക്ഷേത്രത്തിന് സ്ഥാനനിർണയം ചെയ്യാനായിട്ട്. ഈ സ്ഥാനനിർണയം എന്ന് പറഞ്ഞാൽ തന്നെ 2 വിധത്തിലുള്ള സ്ഥാനനിർണയമുണ്ട്. ഒന്ന്, ഒരു കുറച്ച് വലിയൊരു പുരയിടമാണെങ്കിൽ ആ പുരയിടത്തിനകത്ത് വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണണം. എവിടെയാണ് വാസ്തുമണ്ഡലം എടുക്കേണ്ടത് അതിന് സ്ഥാനം കാണണം. അതാണ് ഒന്നാമത്തെ സ്ഥാനനിർണയം. നമ്മൾ ഇപ്പം പറയുന്ന മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം ഒക്കെ വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെ വാസ്തുമണ്ഡലത്തിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, വാസ്തുമണ്ഡലത്തിന്റെ അളവ് അതൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വാസ്തുമണ്ഡലത്തിനകത്ത് വീടിന് സ്ഥാനം കാണണം. അതിപ്പോൾ ഇതില്ല. അതിന് നമ്മൾ പദവിന്യാസം പഠിച്ചാലേ അത് ചെയ്യാൻ ഒക്കുള്ളൂ. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ സ്ഥാനനിർണയം നമ്മളിപ്പം മനസ്സിലാക്കുന്നത് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം എങ്ങനെ നിർണ്ണയിക്കാം. ഒരു പ്ലോട്ടിനകത്ത് ചിലപ്പം വലിയൊരു പ്ലോട്ടായിരിക്കാം. ആ പ്ലോട്ടിനകത്ത് വാസ്തുമണ്ഡലത്തിന് സ്ഥാനം എങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് മഹാക്ഷേത്രത്തിനാണെങ്കിൽ 2 മെത്തേഡ്. ഒന്ന് വീഥി കൽപ്പന, 2 ഖണ്ഡനിർണയം. ഈ 2 മെത്തേഡും മധ്യമക്ഷേത്രത്തിനും ഉണ്ട്. അതേസമയം അല്പക്ഷേത്രത്തിന് അങ്ങനെ വീഥി കൽപ്പനയും ഖണ്ഡനിർണയവും ഒന്നുമില്ല. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് വരാം. അപ്പോൾ മഹാക്ഷേത്രത്തിന് കുറഞ്ഞത് 128 കോൽ നീളവും വീതിയും. അതുപോലെ മധ്യമക്ഷേത്രമാണ് 70 കോൽ മുതൽ 128 കോൽ വരെ. കുറഞ്ഞത് 70 കോൽ നീളവും വീതിയും. 128 കോലാകുമ്പോൾ മഹാക്ഷേത്രമാവും. പക്ഷെ 128 താഴെ 70 വരെയുള്ളതെല്ലാം മധ്യമക്ഷേത്രമാണ്. മധ്യമക്ഷേത്രത്തിനും ഇതുപോലെ 2 മെത്തേഡുണ്ട്. ഒന്ന് വീഥി കൽപ്പന, 2 ഖണ്ഡനിർണയം. മഹാക്ഷേത്രത്തിനുള്ളതുപോലെ 2 മെത്തേഡുണ്ട്. പക്ഷെ തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ പിന്നെ അല്പക്ഷേത്രം അതായത് മഹാക്ഷേത്രത്തിനും മധ്യമക്ഷേത്രത്തിനും പ്രസ്തുത ക്ഷേത്രവിധികൾ അനുസരിച്ച് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കൽപ്പിക്കേണ്ടതാണ്. അപ്പം ഓരോ മഹാക്ഷേത്രത്തിനായാലും മധ്യമക്ഷേത്രത്തിനായാലും അതിൻ്റെതായ വിധികളുണ്ട്. ആ വിധികൾ അനുസരിച്ച് നമുക്ക് വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അത് കഴിഞ്ഞ ഒരു സെക്കൻഡ്. അപ്പോൾ ഇത് മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം. മഹാക്ഷേത്രം ഞാൻ ദിശയ്ക്ക് അഭിമുഖമായി കുറഞ്ഞത് 128 കോൽ നീളവും 128 കോൽ വീതിയുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ അഡീഷണലായിട്ട് പറഞ്ഞു, ദിശയ്ക്ക് അഭിമുഖമായി. അതായത് നമ്മൾക്കറിയാം 4 ദിശകൾ: കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്.
അപ്പൊ കറക്റ്റ് ദിശ നമ്മൾ ഈ മഹാക്ഷേത്രത്തിലും മധ്യമക്ഷേത്രത്തിലും ഒക്കെ വാസ്തുവിന്റെ സ്ഥാനം കാണുമ്പോൾ അത് കറക്റ്റ് ദിശയിലേ കാണാവൂ. ദിശയിൽ കാണാൻ പറ്റില്ലെങ്കിൽ അല്പക്ഷേത്രം വേണമെങ്കിൽ നമുക്ക് നോക്കാം. അല്പക്ഷേത്രത്തില് ദിശാദോഷമുള്ള വീട് നമുക്ക് ചെയ്യാൻ പറ്റും. ദിശാദോഷത്തോടെയൊക്കെയുള്ള വീടുകൾ ചെയ്യാൻ നമുക്ക് വാസ്തു പറയുന്നുണ്ട്. പക്ഷെ മധ്യമക്ഷേത്രത്തിലും മഹാക്ഷേത്രത്തിലും നമ്മൾ വീട് ചെയ്യുകയാണെങ്കിൽ ദിശയ്ക്ക് സമാന്തരമായി മാത്രമേ ചെയ്യാവൂ. അപ്പോൾ അതാണ് ദിശയ്ക്ക് അഭിമുഖമായി കുറഞ്ഞത് 128 കോൽ നീളവും 128 കോൽ വീതിയുമുള്ള സ്ഥലമാണ് മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 2 മെത്തേഡുണ്ട്. അതിൽ പിന്നെ വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണാൻ. ഒന്ന് വീതി കൽപ്പന, മഹാക്ഷേത്രം, മധ്യമക്ഷേത്രം, അല്പക്ഷേത്രം, ഇത് 3 ഉള്ളത്. അതിൽ മഹാക്ഷേത്രം ദിശയ്ക്ക് അഭിമുഖമായി കുറഞ്ഞത് 128 കോൽ നീളവും 128 കോൽ വീതിയും ഉള്ള സ്ഥലമാണ് മഹാക്ഷേത്രം. അതിൽ വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണാനായിട്ട് 2 മെത്തേഡാണ്. ഒന്ന് വീതി കൽപ്പന, 2 ഖണ്ഡനിർണ്ണയം. അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. അതിൽ വീതി കൽപ്പനയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അതായത് ആ വാസ്തുമണ്ഡലത്തിന് ദിശയ്ക്ക് അഭിമുഖമായി അത് 28 കോലുള്ളതാണ് മഹാക്ഷേത്രം. അപ്പോൾ മഹാക്ഷേത്രത്തിൽ 9 വീഥികളായി തിരിക്കും. ഭൂമിയെ ദിശയ്ക്കനുസരിച്ച് ചതുരപ്പെടുത്തി 18 ഭാഗങ്ങൾ അല്ലെങ്കിൽ 9 വീഥികൾ, 18 ഭാഗങ്ങൾ അല്ലെങ്കിൽ 9 വീഥികളായി തിരിക്കണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിപ്പം നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ദിശയ്ക്ക് അഭിമുഖമായി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ഈ ദിശയ്ക്ക് അഭിമുഖമായി തിരിക്കുന്നത്? ഇതിപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ദീർഘചതുരം കാണുന്നത് ഒരു പ്ലോട്ടാണെന്ന് ഇരിക്കട്ടെ. ആ പ്ലോട്ടിൽ നമുക്ക് ദിശയ്ക്ക് അഭിമുഖം ഇത് ദിശ നോക്കുക. അതായപ്പോൾ ഒരു ചരിഞ്ഞ വര കണ്ടു, അതാണ് ദിശ എന്നിരിക്കട്ടെ. അത് 2 ആരോ 2 അറ്റത്തും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഈസ്റ്റും ഒന്ന് വെസ്റ്റും ആണെന്നിരിക്കട്ടെ. ഇത് മധ്യമാണ്. കാരണം മധ്യത്തിൽ കൂടിയാണ് ആ ഈസ്റ്റ് വെസ്റ്റ് ലൈൻ പോകേണ്ടത്, പ്ലോട്ടിന്റെ മധ്യത്തിൽ കൂടി. ആ പ്ലോട്ടിന്റെ മധ്യത്തിൽ കൂടി ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ നമ്മൾ ലൈൻ വരച്ചാൽ അത് ഒന്ന് ഈസ്റ്റ് വെസ്റ്റ്, അപ്പോൾ അത് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ചരിഞ്ഞു വരികയാണ്. അപ്പോൾ ഈ വസ്തു എന്ന് പറയുന്നത് അത് നോക്കുക, ഈ ആംഗിള് സപ്പോസ് അത് 25 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പോൾ 25 ഡിഗ്രി ചരിവുള്ള വസ്തുവാണിത്. അപ്പോൾ ഈ വസ്തുവിന് 25 ഡിഗ്രി ചരിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുവിൽ ദിശയ്ക്ക് സമാന്തരമായി കിട്ടുന്ന ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം അതെങ്ങനെ കാണുന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഈസ്റ്റ് വെസ്റ്റ് ലൈനിന് പാരലായിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ലൈൻ വരയ്ക്കണം. നോക്കുക, ഇത് മാക്സിമം കിട്ടുന്ന ലൈൻ. അതിപ്പോൾ ഇവിടെ ലൈൻ വരച്ചു. ഇതിൽ കൂടുതൽ താഴോട്ട് വരച്ചുകൊണ്ട് കാര്യമില്ല. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 4 വശം വരയ്ക്കുമ്പോൾ അത് ക്ലിയർ ആവും. അത് 2ാമത്തെ വശം വരച്ചു, 3ാമത് വരച്ചു. ഇപ്പൊ 4 സൈഡ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. കാണുന്നില്ലേ ഒന്നും? ഇല്ല സർ. ഞാൻ ഷെയർ ചെയ്താണ്. 25 ഡിഗ്രി കണ്ടൂടെ? ആർക്കാ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേ? സോമനാഥ്. അപ്പൊ ഒന്നുകൂടെ ഓൺ ചെയ്ത് കഴിയുമ്പോ അവിടുത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓക്കെ സർ. ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ പ്ലോട്ട് കാണിച്ചിരിക്കുന്നത് 25 ഡിഗ്രി ചരിഞ്ഞ പ്ലോട്ടാണ്. അപ്പം ഈസ്റ്റ് വെസ്റ്റ് ലൈൻ അവിടെ കാണിച്ചിട്ടുണ്ട്, ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് 25 ഡിഗ്രി ചരിഞ്ഞാണ് പ്ലോട്ട് ഇരിക്കുന്നത്. പ്ലോട്ടിന്റെ മിഡ് ലൈനും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് 25 ഡിഗ്രി ചരിഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ഈ ദീർഘചതുരത്തില് ഏതെങ്കിലും ഒരു മൂല നമ്മൾ വെളിയിലോട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കും. ഏതെങ്കിലും ഒരു മൂല എടുക്കുമ്പോൾ അതിന്റെ 2 വശങ്ങളും മാറും. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം മുകളിൽ ഈസ്റ്റിന്റെ ആ ഭാഗത്തെ മൂല നമ്മൾ വെളിയിലോട്ട് എടുത്താൽ അത് റെക്റ്റാങ്കിളിന് വെളിയിൽ പോകും. വെസ്റ്റിലെ എടുത്താലും അപ്പൊ ഏതെങ്കിലും ഒരു ലൈൻ വെളിയിലോട്ട് എടുത്ത് നോക്കുക. ഏത് ലൈൻ നമ്മൾ വലുതാക്കാൻ നോക്കിയാലും ഈ റെക്റ്റാങ്കിളിന് വെളിയിൽ പോകുന്നതായിട്ട് കാണാം. 4 ലൈന് വശങ്ങളുണ്ട്. ഈ 4 വശത്തിൽ ഏതെങ്കിലും ഒരു വശം നമ്മൾ കുറച്ചുകൂടെ വലുതാക്കാൻ, അല്ലെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ മാറ്റിക്കഴിഞ്ഞാൽ അത് ഈ വലിയ ടോട്ടൽ ഉള്ള പ്ലോട്ടിന്റെ വെളിയിൽ പോകും. നമ്മുടെ പ്ലോട്ടിനകത്ത് നമുക്ക് നോക്കാവുള്ളൂ, പ്ലോട്ടിന് വെളി വെക്കില്ല. അപ്പൊ ഇതാണ് ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചത്. ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള ബിഗസ്റ്റ് റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനെയാണ് നമ്മൾ ഇത്, അതായത് മഹാക്ഷേത്രമാണോ മധ്യമക്ഷേത്രമാണോ അല്പക്ഷേത്രമാണോ നോക്കേണ്ടത്. അപ്പൊ ഈ ദിശയ്ക്ക് സമാന്തരമായി വരച്ചിരിക്കുന്ന ഈ ചരിഞ്ഞ റെക്റ്റാങ്കിൾ, ആ ചരിഞ്ഞ റെക്റ്റാങ്കിളിന്റെ
രണ്ട് വശവും, അതായത് നീളം കൂടിയ വശവും നീളം കുറഞ്ഞ വശവും എല്ലാം രണ്ടും 128 കോലോ അതിൽ കൂടുതലോ ആണെങ്കിൽ മാത്രമേ ഇത് മഹാക്ഷത്രമാകുള്ളൂ. അതുപോലെ 70 കോൽ മുകളിലും 128 കോല് താഴെയാണെങ്കിൽ മധ്യമക്ഷത്രമാവും. 70 കോൽ കുറവാണെങ്കിൽ അത് അല്പക്ഷത്രമാവും. അപ്പൊ അത് ഓരോന്നിനും അതാതിന്റെ വിധി അനുസരിച്ച് വേണം വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണാൻ. ഇനി അതിലേക്ക് നോക്കാം. അപ്പൊ ഈ ചരിഞ്ഞ റെക്ടാങ്കിൾ നമ്മൾ ഈ നേരെ വരയ്ക്കും. കാരണം നമുക്ക് വാസ്തുമണ്ഡലമൊക്കെ വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇത് അപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് ചരിഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ നമ്മളത് ഈ ചരിഞ്ഞ റെക്ടാങ്കിൾ നമ്മൾ നേരെയാക്കുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് ഇത് കറക്റ്റ് നേരെയാക്കുക. അടുത്ത് നോക്കാം. ഇത് ബിഗസ്റ്റ് റെക്ടാങ്കിൾ പാരലൽ ടു ദി കാർഡിനൽ ഡയറക്ഷൻ. കാർഡിനൽ ഡയറക്ഷൻ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഇത് 4 കാർഡിനൽ ഡയറക്ഷൻ. അതിന് പാരലായിട്ടുള്ള ബിഗസ്റ്റ് റെക്ടാങ്കിൾ ആണ് നമ്മളിപ്പോൾ വരച്ചേക്കുന്നത്. അപ്പൊ ഇതാണ് ആദ്യം നമ്മൾ വരച്ചിട്ട് അതാണ് നമ്മൾ വാസ്തുമണ്ഡലമായിട്ട് എടുക്കുമല്ല. വലിയ പ്ലോട്ടിലാണെങ്കിൽ ഇത് വലുതായിരിക്കും. അതിനെ വേണം നമ്മൾ ഒന്നുകിൽ വീഥി കൽപ്പന ചെയ്യണം, അല്ലെങ്കിൽ ഖണ്ഡനിർണ്ണയം ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം കാണാം. ഇത് ഇപ്പൊ ഈ ആരോ കാണിച്ചിരിക്കുന്നത് ബിഗസ്റ്റ് റെക്ടാങ്കിൾ ആണെന്ന് കാണിച്ചിരിക്കുക ആരോ. ഇപ്പൊ ഇത് നോക്കുക, നമ്മൾ ഇതിപ്പോ പിന്നെ ഇത് വീഥി കൽപ്പന ചെയ്യുന്ന എങ്ങനെയാ 9 വീഥികളായിട്ട് തിരിക്കും. ഇപ്പൊ നോക്കുക, ഇത് കഴിഞ്ഞ ഒന്നാമത്തെ വീഥിയാണ്. ഏറ്റവും നടുക്കെടുത്തത് ബ്രഹ്മവീഥി എന്ന് പറയും. അതായത് 1 ബ്രഹ്മവീഥി. ഇപ്പൊ ഏതാണ്ട് അതിന്റെ പുസ്തകത്തിലുണ്ട്. നമ്മൾ ഡിപ്ലോമ കോഴ്സിലൊക്കെ നോക്കിയതാണ്, പഠിച്ചതാണ്. ഇത് 2 ഗണേശവീഥി. ഇത് 3ാമത്തെ വീഥിയാണ്. 3 അഗ്നിവീഥി. 4ാമത്തെ വീഥി 4 ജലവീഥി. 5 നാഗവീഥി. ഇതെല്ലാത്തിൻ്റെയും ഈക്വലാണ്. ഈ വീതി ഓരോ വീതിയുടെ വീതി എല്ലാം ഈക്വലാണ്. നമ്മൾ ഇത് ഓടിച്ച് വരച്ചോണ്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസം വരും. കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ വീതിയുടെയും ആ വീതി തുല്യമായിരിക്കണം. 6 യമവീഥി. 7 കുബേരവീഥി. 8 ദേവവീഥി. 9 പിശാചവീഥി. ഇത് 9 9 വീഥികൾ. അപ്പൊ ഇങ്ങനെ 9ആയിട്ട് തിരിക്കുന്നതിനാണ് വീഥി കൽപ്പന ചെയ്യുക എന്ന് പറയുന്നത്. വീഥി കൽപ്പന ചെയ്യുമ്പോൾ ഇങ്ങനെ ആ ടോട്ടൽ പ്ലോട്ട് നമ്മൾ നേരത്തെ കണ്ട ആ പ്ലോട്ടിനെ ഇങ്ങനെ 9ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ 9ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇതിന് ഇപ്പൊ ഏറ്റവും ആ ഓർഡർ ഏറ്റവും അകത്തുള്ള ബ്രഹ്മവീഥി, ഏറ്റവും വെളിയിലുള്ള പിശാചവീഥി, ഇങ്ങനെ 9 വീഥികളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് നോക്കുക, ഇതിപ്പോ നമ്മൾ അതിന്റെ ബ്രഹ്മസൂത്രം, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ആ നടുക്കൂടുള്ള ആ ഒരു ഊർജ പ്രവാഹം, ഒരു പിന്നെ സൂത്രം എന്ന് പറഞ്ഞാൽ ശരി ഊർജ പ്രവാഹമാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ കിഴക്കുന്ന പടിഞ്ഞാറേക്കുള്ളതാണ് ബ്രഹ്മസൂത്രം. അതുപോലെ തെക്ക് വടക്ക് ഡയറക്ഷനിലുള്ള യമസൂത്രം. ആ രണ്ടും കടന്നു പോകുന്ന ആ പ്ലോട്ടിന്റെ മധ്യത്തിൽ കൂടെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ആ പ്ലോട്ടിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, 4 ഭാഗങ്ങളായിട്ട്. ആ 2 വരകൾ കൊണ്ട് അല്ലെങ്കിൽ ബ്രഹ്മസൂത്രവും യമസൂത്രവും കൊണ്ട് നമ്മൾ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതില് വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രഹ്മവീഥി, 2ാമത്തെ ഗണേശവീഥി. ഈ ബ്രഹ്മഗണേശ വീഥികളെ ഒരുമിച്ചെടുക്കണം. ബ്രഹ്മഗണേശ വീഥികളെ ഒരുമിച്ചെടുത്തിട്ട് അതിന്റെ ഒന്നുകിൽ ഈശാനുമൂലയുടെ ഭാഗം, ഇപ്പൊ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ഇവിടെ നോക്കാം, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അപ്പൊ ഈശാനുമൂല എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആണ്, വടക്ക് കിഴക്കാണ്. അപ്പൊ ഈ ബ്രഹ്മഗണേശ വീഥികളെ ഒരുമിച്ചെടുത്തിട്ട് അതിന്റെ വടക്ക് കിഴക്ക് ഭാഗം അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം, തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ്, അതായത് കന്നി ഭാഗം. അപ്പൊ ഈശാനുമൂലയുടെ ഭാഗമോ അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗം, സൗത്ത് ഈസ്റ്റോ നോർത്ത് വെസ്റ്റ് അല്ല, നോർത്ത് ഈസ്റ്റോ സൗത്ത് വെസ്റ്റോ, അത് ബ്രഹ്മഗണേശ വീഥികളെ ഒരുമിച്ചെടുത്തിട്ട് അത് വാസ്തുമണ്ഡലമായിട്ട് നമുക്ക് എടുക്കാം. അതിപ്പോ നോക്കുക, ഇപ്പൊ വീഥി വിഭജനത്തിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ ഓരോ വീഥിയുടെയും ബ്രെഡ്ത്ത്, വീതി നമ്മൾ എല്ലാ വീതിയും തുല്യമായിരിക്കണം. ആ 1ന്റെ പകുതി എന്ന് പറയുന്നത് 2, 3, 4, 5, 6, 7, 8, 9 എല്ലാം തുല്യ അളവായിരിക്കണം. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അതിന് 2 മെത്തേഡുണ്ട്. ആ 2 മെത്തേഡ്, അതല്ലാതെ ഒരു മെത്തേഡ് ജനറൽ റൂളും ഉണ്ട്. ആദ്യം ഈ ശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്ന 2 മെത്തേഡ് നോക്കാം. വീതി വിഭജനത്തിന് 2 മെത്തേഡ്, 2 മാർഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗ്രഹനാഥന്റെ ഉയരവുമായി ബന്ധിപ്പിച്ചിട്ടാണ് 1ാമത്തെ മെത്തേഡ്. അതായത് ഗ്രഹനാഥന്റെ ഉയരത്തെ
8, 9, 10 ഇരട്ടി, ഗൃഹനാഥന്റെ ഉയരത്തിന്റെ 8 ഇരട്ടി അല്ലെങ്കിൽ 9 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി ഒരു ദണ്ഡായി സ്വീകരിച്ച് വാസ്തുവിനെ 18 വീതികളായി തിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഗൃഹനാഥന്റെ ഉയരം ഒരു 5 അടിയാണെന്നിരിക്കട്ടെ. 5നെ 8 കൊണ്ട് കുടിക്കുമ്പോൾ 5 40, അല്ലെങ്കിൽ 5 9 45, അല്ലെങ്കിൽ 5 10 50. അപ്പൊ ഒന്നുകിൽ ഈ 5 40 അടി, അല്ലെങ്കിൽ 5 9 45 അടി, അല്ലെങ്കിൽ 5 10 50 അടി. അപ്പൊ 40 അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 50 അടി എന്ന് പറയുന്നതായിരിക്കണം ഒരു ഈ നേരത്തെ കണ്ട ഒരു വീതിയുടെ വീതി. അങ്ങനെ നമുക്ക് ഈ 9 വീതികളായിട്ട് തിരിക്കാം. അതാണ് ഒരു മെത്തേഡ്. അപ്പൊ അങ്ങനെ 18. അപ്പൊ ഓരോ വീതിയുടെയും വീതി എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗൃഹനാഥന്റെ ഉയരത്തിന്റെ 8 ഇരട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഗൃഹനാഥന്റെ ഉയരത്തിന്റെ 9 ഇരട്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഗൃഹനാഥന്റെ ഉയരത്തിന്റെ 10 ഇരട്ടി ആയിരിക്കണം. ഇത് മൂന്നിൽ ഏത് വേണ്ടും എടുക്കാം. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന വീട് ഒരു 4 കെട്ടാണെങ്കിൽ, നമുക്ക് 4 കെട്ടാണ് അവിടെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 4 കെട്ട് സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് 4 കെട്ട് ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ 4 കെട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അങ്കണമൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്. അങ്കണത്തിന്റെ അളവുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അങ്കണ ദീർഘം, അങ്കണ വിസ്താരം ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് രണ്ടാമത്തെ മാർഗം. അതായത് അങ്കണ ദീർഘത്തിന്റെ പകുതി, അങ്കണത്തിന്റെ ദീർഘമുണ്ട് വിസ്താരമുണ്ട്, അതിൽ അങ്കണ ദീർഘം എടുക്കണം. അപ്പൊ അങ്കണ ദീർഘം എത്രയാണോ അതിന്റെ പകുതി നമുക്ക് ഈ ഈ വീതി വിഭജനത്തിലുള്ള ആ വീതിയുടെ അതിന്റെ അളവായിട്ട് അങ്കണ ദീർഘത്തിന്റെ പകുതി എടുക്കാം, അല്ലെങ്കിൽ അങ്കണ ദീർഘത്തിന്റെ സമമായിട്ട് എടുക്കാം, ഈക്വലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അങ്കണ ദീർഘന്റെ 1.5 ഇരട്ടി. അപ്പൊ അങ്കണ ദീർഘം ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകിൽ അതിന്റെ പകുതി ആ ഒരു വീതിയുടെ, ആ ബ്രഹ്മവീതി, ഗണേശവീതി, അഗ്നിവീതി, ആ പറഞ്ഞ വീതികളുടെ വീതിയായിട്ട് അതിന്റെ ബ്രെഡ്ത്തായിട്ട് അങ്ങനെ ദീർഘം കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി എടുക്കാം, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിന്റെ 1.5 ഇരട്ടി, 1.5 ടൈം 1.5 ഇരട്ടി എടുക്കാം. അതെല്ലാം വീതി കൽപ്പനയ്ക്ക് ഒരു ദണ്ഡം പറഞ്ഞാൽ ഒരു അളവായിട്ട് സ്വീകരിക്കാം. ഇങ്ങനെ 2 മെത്തേഡുണ്ട്. ഇത് കൂടാതെ ഒരു മൂന്നാമതൊരു മെത്തേഡുണ്ട്, സ്തംഭ റൂൾ എന്ന് പറഞ്ഞിട്ട്, അത് അല്ലെങ്കിൽ പിന്നെ വരാം. അപ്പൊ ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഈ 2 മെത്തേഡാണുള്ളത്. ഇപ്പൊ വീണ്ടും നമ്മൾ ആദ്യത്തെ കാണിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് 1 2 3 ഓരോന്നിന്റെയും വീതി ഒന്നുകിൽ ഗൃഹനാഥന്റെ 8 ഇരട്ടി, അല്ലെങ്കിൽ 9 ഇരട്ടി, അല്ലെങ്കിൽ 10 ഇരട്ടി ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മളവിടെ 4 കെട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 4 കെട്ടിന്റെ ദീർഘം, അതായത് അങ്കണ ദീർഘം, 4 കെട്ടിന്റെ ദീർഘമല്ല, 4 കെട്ടിന്റെ അങ്കണത്തിന്റെ ദീർഘം, അങ്കണത്തിന്റെ ദീർഘത്തിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിന് പകുതിയോ അല്ലെങ്കിൽ അതിന് 1.5 ഇരട്ടിയോ ഓരോ വീതിയുടെയും വീതിയായിട്ട് സ്വീകരിക്കാം. അപ്പൊ അത് ക്ലിയർ ആയെന്നായിരിക്കും. അപ്പൊ ഇതിനകത്ത് ഇനി വാസ്തുമണ്ഡലം എവിടെ എടുക്കണം? വാസ്തുമണ്ഡലം ഒന്നുകിൽ കന്നിമൂലയിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈശാനമൂലയിലായിരിക്കാം. അഗ്നിമൂലയിലോ വായുമൂലയിലോ വരാൻ പാടില്ല. അഗ്നിമൂല എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്ക്. വായുമൂല എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ അല്ലെങ്കിൽ വായുമൂലയിലോ അഗ്നിമൂലയിലോ വാസ്തുമണ്ഡലം വരാൻ പാടില്ല. ഒന്നുകിൽ അത് നോർത്ത് ഈസ്റ്റ് ആയിരിക്കണം, ഈശാനമൂല എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ്, കന്നിമൂല എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആയിരിക്കണം. ഈ രണ്ടിലും ഒന്നാമത്തേത് രണ്ടാമത്തേത് ബ്രഹ്മവീതിയും ഗണേശവീതിയും, അത് രണ്ടും കൂടി എടുത്തിട്ട് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. നോക്കുക. ഇപ്പൊ എന്താ, ബ്രഹ്മവീതിയും ഗണേശവീതിയും എടുത്തു, ആ നീല നിറത്തിൽ കാണുന്ന നോക്കുക. ബ്രഹ്മവീതിയും ഗണേശവീതിയും കൂടെ എടുത്ത് ആ കാണുന്നത്, ഇതിപ്പോ ഇത് വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും അളവ് വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത് ഇത്രയും മതിയാവും. അത് വാസ്തുമണ്ഡലമായിട്ട് എടുക്കണം, അത് കാണുന്നത്. അപ്പൊ അതിന്റെ നീളവും വീതിയും നമുക്ക് കണ്ടുപിടിച്ചിട്ട് ആ നീളവും വീതിയും വെച്ച് നോക്കുമ്പോൾ അത് ഉത്തമം, അല്ലെങ്കിൽ അതിൽ കൂടരുത്. അത് മൂന്നാമത്തെ വീതിയിലോട്ട് പോകാൻ പാടില്ല. കിഴക്കുവശമായാലും വടക്കുവശമായാലും ഒന്നും മൂന്നാമത്തെ വീതിയിലോട്ട് കയറി അഗ്നിവീതിയിലോട്ട് വരാൻ പാടില്ല. അഗ്നിവീതിയിലോട്ട് കയറാതെ ബ്രഹ്മ ഗണേശ വീതി മുഴുവൻ വേണ്ടി വന്നില്ലെങ്കിൽ അത് വേണമെങ്കിൽ കുറച്ചാക്കാം, കൂട്ടാൻ പാടില്ല. അഗ്നിയിലോട്ട് കയറാൻ പാടില്ല. അപ്പൊ അങ്ങനെ അത് നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. ഇതാണ് ഒരു മെത്തേഡ്. ഇത് തന്നെ ഇതിപ്പോ നമ്മൾ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ ഈശാനുഭാഗത്ത്, ഈശാനുഖണ്ഡം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലാണ് എടുത്തേക്കുന്നത്. സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിഖണ്ഡം അല്ലെങ്കിൽ നിരുതിഖണ്ഡം എന്നും പറയും. ആ നിരുതിഖണ്ഡത്തിലും ഈ 1 2 കൂടെ ബ്രഹ്മ ഗണേശ വീതികൾ എടുക്കാം. അത് എടുക്കും. ഈ 2 നീല നിറത്തിൽ കാണുന്ന ഭാഗങ്ങൾ നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അത് ക്ലിയർ ആയെന്നായിരിക്കുന്നു. ഇനി ഇത് സപ്പോസ് ഇത്രയും എടുത്തുകൊണ്ട് തികഞ്ഞില്ല എന്നിരിക്കട്ടെ, ഈ ബ്രഹ്മഗണേശ വീതികൾ 2 വീതി മാത്രം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്ഥലം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മ ഗണേശ അഗ്നിവീതി മാത്രമായിട്ട് എടുക്കാൻ പാടില്ല. അത് അഗ്നിയും കഴിഞ്ഞ് ബ്രഹ്മ ഗണേശ അഗ്നി പിന്നെ ജലമാണ്, ജലത്തിലൂടെ കയറി നിൽക്കണം. നോക്കുക, ഇത് ബ്രഹ്മ ഗണേശ വീതിയാണ്. ബ്രഹ്മ ഗണേശ അഗ്നി ജലം 4 കൂടെ വരാം. മൂന്നാമത്തെ അതിന്റെ എൻഡുകളായി
അഗ്നിവീതിയിൽ വരാൻ പാടില്ല. അഗ്നിവീതിയിൽ നിന്ന് കഴിഞ്ഞ് ജലവീതിയിലോട്ട് കയറിയിരിക്കണം. ഇതിനകത്ത് ജലവീതി കംപ്ലീറ്റ് കാണിച്ചിട്ടുണ്ട്. ജലവീതി കംപ്ലീറ്റ് വേണം നിർബന്ധമില്ല. ഉത്തമമായി ചുറ്റെടുക്കുമ്പോൾ ചിലപ്പം ബ്രഹ്മ ഗണേശ അഗ്നി ജലവീതിയുടെ കംപ്ലീറ്റ് എടുക്കണോ എടുക്കാം, അല്ലെങ്കിൽ പക്ഷെ ജലവീതിയിൽ വെളിയിൽ പോകാൻ പാടില്ല. ബ്രഹ്മ ഗണേശ അഗ്നി ജലം ഇത് നാലും കൂടി ഒരുമിച്ചെടുത്തിട്ട് അതിൽ കൂടാതെ ഉള്ള വാസ്തുമണ്ഡലം ചെയ്യണം. അത് വടക്ക് കിഴക്ക് ആകാം, തെക്ക് പടിഞ്ഞാറും ആകാം. അപ്പൊ ഇങ്ങനെ ഇതും വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ ബ്രഹ്മ ഗണേശ വീതികൾ മാത്രം എടുക്കുക, അല്ലെങ്കിൽ ബ്രഹ്മ ഗണേശ അഗ്നി ജലം നാലും കൂടി ഒരുമിച്ചെടുക്കാം. ഒരിക്കലും ബ്രഹ്മ ഗണേശ അഗ്നി വീതി മാത്രമായിട്ട് വാസ്തുമണ്ഡലം എടുക്കാൻ പാടില്ല. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ നാലും കൂടെ എടുക്കണം. ബ്രഹ്മ ഗണേശ അഗ്നി ജല വീതികൾ എടുക്കണം. അപ്പൊ ഇങ്ങനെ ഈശാനുമൂല, ഈശാന്യ ഖണ്ഡം അല്ലെങ്കിൽ നിരുതി ഖണ്ഡം, ഇത് രണ്ടില് ഈ 4 വീതികളുടെ ഒരുമിച്ച് അല്ലെങ്കിൽ 2 വീതി മാത്രമായിട്ട് നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് സ്വീകരിക്കാം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് വീതി കൽപ്പന. ഇനി അടുത്ത ഖണ്ഡനിർണ്ണയം. ഖണ്ഡനിർണ്ണയമാണെങ്കിൽ നമ്മുടെ വസ്തുവിൽ ഇതുപോലെ പിന്നെ ഏറ്റവും വലിയ ദീർഘചതുരം അല്ലെങ്കിൽ ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള, ദിശയ്ക്ക് പാരലായിട്ടുള്ള ഏറ്റവും വലിയ ദീർഘചതുരം അല്ലെങ്കിൽ സമയചതുരം കണ്ടിട്ട് അതിനെ 16 ഖണ്ഡങ്ങളായി ഡിവൈഡ് ചെയ്യണം. നോക്കൂ, ഇതാണ് നമ്മുടെ അടുത്ത വാസ്തു. ഇതിനെ 14 പിന്നെ ദിശയ്ക്ക് സമാന്തരമായിട്ട് എടുത്തത് ഇതാണ്. ഇത് അപ്പൊ ഇത് കിഴക്ക് പടിഞ്ഞാറൊക്കെ കറക്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ 16 ഖണ്ഡങ്ങളായിട്ട് തിരിക്കും. ഇപ്പൊ നമ്മൾ 16 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചു. ഇങ്ങനെ 16 ഖണ്ഡങ്ങളായിട്ട് തിരിക്കുമ്പം ഇതിന്റെ പിന്നെ നോർത്ത് ഈസ്റ്റ് സെക്ടർ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഖണ്ഡം എന്ന് പറഞ്ഞാൽ 4 ചെറിയ സ്ക്വയർസ് വരും. ആ വടക്ക് കിഴക്ക് ഭാഗത്ത് കിടന്ന് 4 കൂടാണ് വടക്ക് കിഴക്ക് ഖണ്ഡം. തെക്ക് പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ അവിടെ 4 വരും. ഈ അഗ്നിമൂല എന്ന് പറഞ്ഞിട്ട് 4 എണ്ണം വരും, വായുമൂല 4 എണ്ണം വരും. ഇതിൽ അഗ്നിമൂലയുടെ ഭാഗത്തോ വായുമൂലയുടെ ഭാഗത്തോ വാസ്തുമണ്ഡലം വരാൻ പാടില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട. അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്, ഡയറക്ഷനോടെ കാണിക്കാം, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. അപ്പൊ അഗ്നിമൂല എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ആണ്, തെക്ക് കിഴക്ക്. അവിടെയോ വായുമൂല എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ്, വടക്ക് പടിഞ്ഞാറ്. അവിടെയോ വാസ്തുമണ്ഡലത്തിന് സ്ഥാനം വരാൻ പാടില്ല. പിന്നെ വരാവുന്നത് ഒന്നിൽ ഈശാനുമൂല ആയിരിക്കണം, അല്ലെങ്കിൽ കന്യമൂല ആയിരിക്കണം. അപ്പൊ അത് ഈശാനുമൂലയുടെ ഈശാന ഖണ്ഡത്തിന്റെ കന്യഖണ്ഡം. അത് ഇവിടെ നോക്കാം. ഇപ്പൊ നോക്കുക, ആ 4 കൂടെ ചേരുന്നതാണ് ഈശാന്യ ഖണ്ഡം എന്ന് പറയുന്നത്. ആ 4 കന്നി എന്ന് പറഞ്ഞ ഇപ്പൊ ഈ നീലനിറം കാണുന്നതാണ്. ഈശാന്യ ഖണ്ഡത്തിലെ കന്യഖണ്ഡം. ഇത് നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ കന്യഖണ്ഡത്തിലെ ഈശാന്യ ഖണ്ഡം. കന്യഖണ്ഡം ഞാൻ 4 വരും, അതിന്റെ ഈശാന്യ, അതിന്റെ നോർത്ത് ഈസ്റ്റ്. അപ്പൊ ഇതിങ്ങനെ വരും. അപ്പൊ ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. അപ്പൊ ഇതിന്റെ മുഴുവൻ വേണമില്ല, ഇതിന്റെ മുഴുവൻ അളന്നു നോക്കിയിട്ട് അത് നല്ല ചുറ്റല്ലെങ്കിൽ ഉത്തമമായി ചുറ്റാക്കാൻ വേണ്ടി ഏതെങ്കിലും വശത്ത് നമുക്ക് കുറച്ച് അകത്തോട്ട് കയറാം. അതിന് ഒരു വശത്തോ അല്ലെങ്കിൽ 2 വശത്തോ ഒക്കെ അകത്തോട്ട് കയറ്റിയെടുക്കാം. ഇതിന് വെളിയിലോട്ട് പോകാൻ പാടില്ല. ആ 2 ഖണ്ഡങ്ങളുടെ വെളിയിലോട്ട് വരാൻ പാടില്ല. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇതാണ് ഖണ്ഡനിർണ്ണയം. ഇത് ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ട 9 വീഥികളായിട്ട് തിരിച്ചു. ഇവിടെ 16 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചു. ഇങ്ങനെ 9 വീഥികളും 16 ഖണ്ഡങ്ങളുമായിട്ട് തിരിക്കുന്നത് മഹാക്ഷേത്രത്തിന് മാത്രം മതി. മധ്യമക്ഷേത്രത്തിനോ അല്പക്ഷേത്രത്തിനോ ആവശ്യമില്ല. അതിന് ഓരോ വിധികളുണ്ട്, അതിലേക്ക് വരാം. ഇത് മധ്യമക്ഷേത്രത്തിലാണെങ്കിൽ 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചാൽ മതി. അതിന് മുമ്പ് നോക്കട്ടെ. ഇത് എൻ്റെ ഒരു പേര് പറയാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് ഖണ്ഡത്തിന് ഇത് അറിയാവുന്നവർ കൂടെ എഴുതാം, അറിയാവുന്നവർ എഴുതാന്നില്ല. നോർത്ത് ഈസ്റ്റ് ഖണ്ഡത്തിനാണ് ഈശാന്യ ഖണ്ഡം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, മാനുഷഖണ്ഡം. മാനുഷഖണ്ഡം ഏതെന്ന് വെച്ചാൽ അത് ഈശാന്യ ഖണ്ഡം തന്നെയാണ് മാനുഷഖണ്ഡം. അപ്പൊ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതിന് രണ്ട് വിധത്തിൽ അതിന് പേര് പറയും. ഒന്നുകിൽ അതിന് ഈശാന്യ ഖണ്ഡം എന്ന് പറയാം, അല്ലെങ്കിൽ മാനുഷഖണ്ഡം എന്ന് പറയാം. അതുപോലെ സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഒന്നുകിൽ അഗ്നിഖണ്ഡം എന്ന് പറയാം, അല്ലെങ്കിൽ യമഖണ്ഡം എന്ന് പറയാം. ഇത് രണ്ടും സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റിന് അഗ്നിഖണ്ഡം എന്നൊരു പേരുണ്ട്. അതല്ല യമഖണ്ഡം എന്ന് പറഞ്ഞാലും സൗത്ത് ഈസ്റ്റ് ആണ്. അവർ നോർത്ത് വെസ്റ്റിനാണെങ്കിൽ വായുഖണ്ഡം എന്ന് പറഞ്ഞാൽ നോർത്ത് വെസ്റ്റ് ആണ്. വേറൊരു പേരാണ് അസുരഖണ്ഡം. അപ്പോൾ വായുഖണ്ഡം എന്ന് പറഞ്ഞാലും അസുരഖണ്ഡം എന്ന് പറഞ്ഞാലും നോർത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിരുതി ഖണ്ഡം എന്ന് പറയാം, അതല്ലെങ്കിൽ ദേവഖണ്ഡം എന്ന് പറയാം. ദേവഖണ്ഡം എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് ആണ്.
അപ്പൊ ഈ രണ്ടുപേരും നമ്മൾ അറിഞ്ഞിരിക്കണം. മാനുഷഖണ്ഡം, യമഖണ്ഡം, ദേവഖണ്ഡം, അസുരഖണ്ഡം ഏതാണ്, അല്ലെങ്കിൽ ഈശാനുഖണ്ഡം, അഗ്നിഖണ്ഡം, നിരുതിഖണ്ഡം, വായുഖണ്ഡം. ഈ എങ്ങനെ പറഞ്ഞ ഇത് ഈ നാലിന്റെ ഇതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അടുത്തതിലോട്ട് പോവാണ്. ഓക്കെ, അടുത്തത് അങ്ങനെ സ്ഥാനം അപ്പോൾ വാസ്തുമണ്ഡലത്തിന്റെ സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടാതുള്ള, അതിൽ കുറഞ്ഞുള്ള ഉത്തമമായ ചുറ്റളവ് കാണണം. ഉത്തമമായ ചുറ്റളവ് കാണുന്നതിന് നമ്മൾ ഏത് ദിശയിലേക്കാണോ ഫേസ് ചെയ്യുന്നത് അതനുസരിച്ചൊക്കെ, അതിനെപ്പറ്റി നമ്മൾ നേരത്തെ അറിയാം. നമ്മൾ യോനി കൽപ്പന പഠിച്ചതാണ് പിന്നെ ഡിപ്ലോമ കോഴ്സിൽ. ആ യോനി കൽപ്പനയ്ക്ക് അനുസരിച്ച് ഓരോ ദിശയ്ക്ക് ഓരോ യോനിയുണ്ട്. അതിലൊന്നുകൂടെ നമ്മൾ വരും. അപ്പോൾ സ്ഥാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉത്തമമായ ചുറ്റളവാണ്. യോനിയൊക്കെ നോക്കി ആയം വ്യയം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാസ്തുമണ്ഡലം ഉത്തമമായ അളവില് വാസ്തുമണ്ഡലം കെട്ടിത്തിരിക്കണം. വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി നിർമ്മിക്കുമ്പോൾ മണ്ണിന് താഴേക്ക് കുറഞ്ഞത് ഒരടി താഴ്ച ഉണ്ടായിരിക്കണം. അത് നമ്മൾ ഫീൽഡ് ചെയ്യുമ്പോൾ വാസ്തുമണ്ഡലം നമ്മൾ വെറുതെ പടത്തിൽ കാണിച്ചുകൊണ്ട് മാത്രമായില്ല. ഈ പടത്തിൽ വാസ്തുമണ്ഡലം കാണിച്ചിരിക്കുന്നത് നമ്മൾ സൈറ്റിൽ ആ വാസ്തുമണ്ഡലം ചെയ്യണം. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീട് വയ്ക്കുമ്പം ഫൗണ്ടേഷൻ വേണമെങ്കിൽ വാസ്തുമണ്ഡലം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാം. ഫൗണ്ടേഷൻ കഴിഞ്ഞ് മണ്ണിന് മേലോട്ട്, ഇപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് ബേസ്മെന്റ് ചെയ്യുമ്പം ബേസ്മെന്റ് നമുക്കറിയാം ഫൗണ്ടേഷൻ മണ്ണിന് അടിയിലോട്ടാണ്, ബേസ്മെന്റ് മണ്ണിന് മുകളിലോട്ടാണ്. അപ്പം മണ്ണിന് മുകളിലോട്ടുള്ള എന്തെങ്കിലും നിർമ്മിതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വാസ്തുമണ്ഡലം കെട്ടിയിട്ടേ ചെയ്യാം. വാസ്തുമണ്ഡലം ആദ്യം കെട്ടണം, അതിന് ശേഷമേ മണ്ണിന് മുകളിലോട്ടുള്ള നിർമ്മാണം ചെയ്യാം. ഇനി ഒരുപക്ഷെ നമുക്ക് 4 വശവും വാസ്തുമണ്ഡലമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വശത്തിൽ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുവരണമെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ ആ ഭാഗത്ത് മണ്ണിന് മുകളിലോട്ട് പൊക്കണ്ട, അതായത് മണ്ണിന്റെ ലെവലിലെങ്കിലും ചെയ്യണം. മണ്ണിന്റെ ലെവലിലെങ്കിലും വാസ്തുമണ്ഡലം 4 വശത്തും വാസ്തുമണ്ഡലം ചെയ്തിരിക്കണം. ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊക്കുന്നതൊക്കെ നമുക്ക് പണി തീരാറാകുമ്പോഴായാലും മതി. പക്ഷെ ആ മണ്ണിന്റെ ലെവൽ ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്തുമണ്ഡലത്തിന്റെ അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മിൽ ടോപ്പ് ലെവൽ, ഒരു ഒരടി ലെവൽ ടോപ്പ് സോയിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ മണ്ണിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് മിനിമം ഒരടിയെങ്കിലും താഴോട്ടുള്ള ആ ടോപ്പ് സോയില് അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മിൽ ചേരാൻ പാടില്ല, അത് തമ്മിൽ തൊടാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ആദ്യം ചെയ്യണം. കാരണം വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി നിർമ്മിക്കുമ്പോഴാണ്, അതായത് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മണ്ണിന് താഴേക്ക് കുറഞ്ഞത് ഒരടിയെങ്കിലും താഴ്ച ഉണ്ടായിരിക്കണം. അടുത്ത നമ്മൾ മധ്യമക്ഷേത്രമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് മഹാക്ഷേത്രം. മധ്യമക്ഷേത്രത്തില് അതിലും വീഥികൽപ്പനയും അതുപോലെ ഖണ്ഡനിർണയമുണ്ട്. പക്ഷെ അവിടെ വീഥികൽപ്പന 9 വീഥികളായിട്ട് തിരിക്കേണ്ട 4 വീഥികളായിട്ട് തിരിച്ചാൽ മതി. അതുപോലെ ഖണ്ഡനിർണയം 16 ഖണ്ഡങ്ങളായിട്ട് തിരിക്കേണ്ട 4 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചാൽ മതി. അപ്പൊ അതിവിടെ നോക്കി. ഇതിവിടെ സാധാരണ നമ്മൾ മധ്യമക്ഷേത്രം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഖണ്ഡനിർണയമാണ് സാധാരണ ചെയ്യാറുള്ളത്. ഖണ്ഡനിർണയം ചെയ്തിട്ട് അതിലെ ഒരു ഖണ്ഡം എടുത്തിട്ട് അതിനെ പിന്നെ വീഥികൽപ്പന ചെയ്യുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. അത് നോക്കാം. ദിശയ്ക്ക് അഭിമുഖമായി, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, കുറഞ്ഞത് 70 കോൽ മുതൽ 128 കോൽ വരെ നീളവും അത്രയും തന്നെ വീതിയുമുള്ള സ്ഥലമാണ് മധ്യമക്ഷേത്രം. അതിനെ ഖണ്ഡനിർണയം ചെയ്യണം. ഭൂമിയെ ആ ഖണ്ഡനിർണയത്തിന് ആ സ്ഥലത്തിനെ 4ആയി വിഭജിച്ച് ഒന്നുകിൽ ഈശാന്യ ഖണ്ഡം അല്ലെങ്കിൽ നിരുതി ഖണ്ഡം നമുക്ക് സ്വീകരിക്കാം. നോക്കാം, 4ആയിട്ട് വിഭജിക്കുക, 4 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇതിൽ ഒന്നിൽ ഈശാന്യ ഖണ്ഡം, നോർത്ത് ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ആ ഒരു ഭാഗം, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ്. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാസ്തുമണ്ഡലമായിട്ട് സ്വീകരിക്കാം. അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങനെ വാസ്തുമണ്ഡലം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വാസ്തുമണ്ഡലത്തിനെ നമുക്ക് ഖണ്ഡനിർണയം ചെയ്യാം. ഇതിപ്പം നമ്മൾ ഇത് ഖണ്ഡനിർണയമാണ്. ആ വാസ്തുമണ്ഡലത്തിനെ വീഥികൽപ്പന ചെയ്യാം, 4 വീഥികളായിട്ട് തിരിക്കാം. അതെങ്ങനെയാണ് നോക്കാം. അതായത് ഇപ്പോൾ ഇത് ഒന്നുകിൽ ഈ നീലനിറത്തിൽ കാണുന്ന ഭാഗം അല്ലെങ്കിൽ കന്നിമൂല, ഈ 2 ഭാഗവും വാസ്തുമണ്ഡലമായിട്ട് നമുക്ക് സ്വീകരിക്കാം. ഇതാണ് മധ്യമക്ഷേത്രത്തിൽ ഖണ്ഡനിർണയം ചെയ്ത് വാസ്തുമണ്ഡലത്തിന് സ്ഥാനം കാണുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് രണ്ടിൽ ഏത് വേണമെങ്കിൽ.
ഇപ്രകാരം വസ്തുവിനെ നാലായി വിഭജിച്ച് ഈശാന്യ ഖണ്ഡമോ നിരുതി ഖണ്ഡമോ സ്വീകരിച്ചാൽ, അതായത് വാസ്തുമണ്ഡലമായി സ്വീകരിച്ചാൽ പ്രസ്തുത ഖണ്ഡത്തെ നാലായി വീതികൽപ്പന ചെയ്യണം. ആ ഒരു ഖണ്ഡത്തിനെ നമ്മൾ നാലായി വീതികൽപ്പന ചെയ്ത് അതിന്റെ ബ്രഹ്മവീതി, അതുപോലെ നാലുകെട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബ്രഹ്മവീതി അങ്കണമായും ദേവവീതി ഗ്രഹസ്ഥാനമായും നിർണ്ണയിക്കാം. അതിലേക്ക് നമുക്ക് വരാം. ഇത് ഒന്നെന്ന് പറയുന്നത് ഏറ്റവും നടുക്കുള്ളതാണ്, അത് ബ്രഹ്മവീതി. ഒന്ന് ബ്രഹ്മവീതി. രണ്ടെന്ന് പറയുന്നത് ദേവവീതി. മൂന്നെന്ന് പറയുന്നത് മനുഷ്യവീതി. 1 സെക്കൻഡ്. സാർ എന്ത്? ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു. ഫോൺ വിളിച്ചാൽ ലാൻഡ് ഫോൺ അറിയാമല്ലോ, വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വൈഫിന്റെ ഫോണിൽ വിളിച്ചാൽ മതി. അത് ഒന്ന് ബ്രഹ്മവീതി, 2 ദേവവീതി, അതിന് ചുറ്റും 3 മനുഷ്യവീതി, അതിന്റെ ഏറ്റവും വെളിയിലുള്ളത് പിശാചവീതി 4. അപ്പൊ ഇങ്ങനെ 4 വീതികളായിട്ടിരിക്കാം. നമ്മൾ ഖണ്ഡനിർണയം ചെയ്ത ആ ഒരു ഖണ്ഡത്തിനെ 4 വീതികളായിട്ട് ഇങ്ങനെ ബ്രഹ്മ, ദേവ, മനുഷ്യ, പിശാചവീതി. ഇതില് ഈ നിറം കൊടുത്തിരിക്കുന്ന നടുക്കളത്തെ ബ്രഹ്മവീതി, വെളിയിലത്തെ പിശാചവീതി. ആ ബ്രഹ്മവീതിയിലോ പിശാചവീതിയിലോ വീടിന്റെ ഒരു ഭാഗവും കയറി വരാൻ പാടില്ല. നമ്മൾ ഇതിനകത്ത് വീടിന് കാണുമ്പോൾ ബ്രഹ്മവീതിയിലോട്ടും വീടിന്റെ ഭാഗങ്ങളൊന്നും വരാൻ പാടില്ല. ആ നടുക്ക് കളർ ചെയ്തേക്കുന്ന ബ്രഹ്മവീതിയിൽ വീടിന്റെ ഭാഗം വരാൻ പാടില്ല. ഏറ്റവും വെളിയിലുള്ള പിശാചവീതിയിലും വീടിന്റെ ഭാഗമൊന്നും വരാൻ പാടില്ല. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീട് ദേവവീതിയിൽ മാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ 2 കാണിക്കുന്നതാണ് ദേവവീതി. ആ 2 മാത്രം നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനി 2 മാത്രം കൊണ്ട് തികഞ്ഞില്ലെങ്കിൽ 2, 3 കൊടുക്കാം. ദേവവീതിയും മനുഷ്യവീതിയും കൊടുക്കാം. പക്ഷെ യാതൊരു കാരണവശാലും മധ്യത്തിലുള്ള ബ്രഹ്മവീതിയിലോ ഏറ്റവും വെളിയിലുള്ള പിശാചവീതിയിലോ വീടിന്റെ ഒരു ഭാഗവും കയറി വരാൻ പാടില്ല. അങ്ങനെ വേണം ചെയ്യാൻ. ഇപ്പൊ നോക്കുക, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, നോർത്ത്. ഇനി ഇവിടെ നമുക്ക് ഏകശാലയോ ദ്വിശാല, ത്രിശാല, ചതുശാല ഏത് വേണമെങ്കിലും അത് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇവിടെ ഏകശാലയ്ക്ക് നോക്കുക. ഇത് ബ്രഹ്മസൂത്രം, കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ഉള്ള മധ്യത്തിക്കുള്ളതാണ് ബ്രഹ്മസൂത്രം. തെക്ക് വടക്കുള്ള യമസൂത്രം. ആ നടുക്ക് അത് രണ്ടും കൂടെ ചേരുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി എന്ന് പറയും. ആ ബ്രഹ്മസൂത്രവും യമസൂത്രവും കൂടെ കൂട്ടിമുട്ടുന്ന മധ്യത്തിലുള്ള ആ പോയിന്റിനാണ് ബ്രഹ്മനാഭി. ഇനിയിപ്പോ ആ നീല നിറം നോക്കുക. അത് മധ്യത്തിലുള്ള ബ്രഹ്മവീതിയിൽ കയറിയിട്ടില്ല, ദേവവീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ദേവവീതി കൊള്ളുന്ന ഏറ്റവും വലിയ രക്തങ്ങളാണ് അത് വരച്ചേക്കുന്നത്. ദേവവീതി അതിന് വെളിയിലോട്ട് പോയാൽ ദേവവീതി വെളിയിൽ പോകും. അപ്പൊ ഈ 2 പറയുന്ന സ്ഥലത്ത് ഒതുങ്ങത്തക്കോണമാണ്. ഇപ്പൊ നമ്മൾ തെക്കിനിയായിട്ടാണ് വീട് ചെയ്യുന്നതിരിക്കട്ടെ. തെക്കിനിയായിട്ടൊരു വീട് ചെയ്യുകയാണെങ്കിൽ ആ വീട് തെക്കോട്ട് മാറി നിൽക്കണം, വടക്കോട്ട് ഫേസ് ചെയ്യണം എന്നാണ്. തെക്കിനി വീട് തെക്കോട്ട് മാറി നിൽക്കണം. ഇതിപ്പോ മധ്യത്തിൽ നിന്ന് തെക്കോട്ട് മാറി നിൽക്കുകയാണ് 2 പറയുന്നത്. ഫേസ് ചെയ്യുന്ന മുൻവശം വടക്കുവശത്തോട്ടായിരിക്കണം. വടക്കുവശത്തോട്ട് ഫേസ് ചെയ്ത് അപ്പൊ ഈ 2 പറഞ്ഞ് നീല നിറത്തേക്ക് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് നമുക്ക് വീട് വയ്ക്കാം. അതിനകത്ത് നിൽക്കണം. ആ 2ന്റെ വെളിയിലോട്ട് പോകാൻ പാടില്ല. ഇനി അവിടെ സ്ഥലം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ 2, 3 കൂടെ എടുക്കാം. നോക്കാം. ഇപ്പൊ 2, 3 എടുത്തേക്ക് വേണം. 2 കൊണ്ട് മാത്രം തികയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ദേവവീതിയിൽ മാത്രം നിൽക്കുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ദേവവീതിയിൽ മാത്രം നിൽക്കില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യവീതി 2ലും കൂടെ ആയിട്ട് നമുക്ക് വീട് വയ്ക്കാം. യാതൊരു കാരണവശാലും മധ്യത്തിലുള്ള ബ്രഹ്മവീതിയിലോ ഏറ്റവും വെളിയിലുള്ള പിശാചവീതിയിലോ വീടിന്റെ ഒരു ഭാഗവും വരാൻ പാടില്ല. അപ്പൊ അത് ക്ലിയർ ആയെന്നായിരിക്കും. ഇനി അല്പക്ഷേത്രം, ഇത് നമ്മൾ ആദ്യം മഹാക്ഷേത്രം. ഒരു സംശയം ചോദിക്കട്ടെ? ചോദിക്കും. ഇപ്പോ പിശാചവീതി പറഞ്ഞില്ലേ, ലാസ്റ്റത്തെ വരുന്നത്. അപ്പൊ അതിൽ വല്ല വീട് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് എന്താണ് പിശാചവീതിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എന്താ ദോഷം എന്താണല്ലോ സംഭവിക്കാൻ? പിശാചവീതി വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പിശാചവീതി എന്ന് പറഞ്ഞാൽ പിശാച എന്നൊക്കെ പേര് പറയുമെങ്കിലും വാസ്തുശാസ്ത്രത്തില് നമുക്ക് എനർജി 2 വിധത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജി, നമുക്ക് ഗുണകരമായ എനർജിയൊക്കെ പോസിറ്റീവ് എനർജി എന്ന് പറയും. നമുക്ക് ദോഷകരമായ എനർജിയൊക്കെ നെഗറ്റീവ് എനർജി എന്ന് പറയും.
വാസ്തുശാസ്ത്രത്തിൽ ഈ ഗുണകരമായ എനർജിക്കൊക്കെ ദൈവത്തിൻ്റെയൊക്കെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ദോഷകരമായ എനർജിക്ക് രാക്ഷസന്മാരുടെയും അതുപോലെ പിന്നെ ഭൂതങ്ങളുടെയും അങ്ങനെയുള്ള പേരാണ് ഈ നെഗറ്റീവ് എനർജി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ നമുക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതിനുവേണ്ടി ദൈവങ്ങളുടെ പേരുകൾ പോസിറ്റീവ് എനർജിക്കും രാക്ഷസന്മാരുടെ അങ്ങനെയുള്ളവരുടെയൊക്കെ പിശാചുക്കളുടെയൊക്കെ പേര് നെഗറ്റീവ് എനർജിക്കും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എനർജി പോസിറ്റീവാണോ നെഗറ്റീവാണോ അതിനകത്ത് അറിയാൻ പറ്റും. ഈ പിശാച വീതി എന്ന് പറയുന്നത് ഏറ്റവും വലിയ പിശാച എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമുക്കറിയാം, നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജിയാണ്. അപ്പം ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ചുരുക്കി പെട്ടെന്ന് പറഞ്ഞാൽ, അതായത് അതൊക്കെ നമ്മുടെ ഡിപ്ലോമ കോഴ്സിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയും. ഇപ്പം നമ്മുടെ ഒരു സെൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ കോശം, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെൽസ് കൊണ്ട് നിർമ്മിച്ചാണ് നമ്മുടെ ശരീരം. ആ ഓരോ സെല്ലിലും നമുക്കറിയാം പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഫിസിക്സ് കുറച്ച് പഠിച്ചിട്ടുള്ള സ്കൂളിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. പിന്നെ ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, അത് ന്യൂട്രലാണ്, അതിന് പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് ഇല്ല. ഇങ്ങനെ 3 തരങ്ങളിൽ ഓരോ ആറ്റത്തിലും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ആറ്റത്തിലും അല്ലെങ്കിൽ ഓരോ സെൽ അല്ലെങ്കിൽ ഓരോ ആറ്റത്തിലും ഈ 3 തരം എനർജിയും കാണും. അതായത് പോസിറ്റീവ് എനർജി ആയിട്ടുള്ള പ്രോട്ടോൺ, നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺ, ന്യൂട്രൽ എനർജി ആയിട്ടുള്ള ന്യൂട്രോൺ. അപ്പം ഇതിനകത്ത് നമുക്കിപ്പം ഈ പോസിറ്റീവ് എനർജി എല്ലാം മധ്യത്തിലേക്ക് വരാനാണ് അതിനൊരു ടെൻഡൻസി ഉള്ളത്. ഓരോ സെല്ലിൻ്റെയും മധ്യഭാഗത്തോട്ട് അത് വന്നിട്ട് ആ മധ്യഭാഗത്ത് നമ്മൾ ഓരോ സെല്ലിൻ്റെയും മധ്യഭാഗത്തായിരിക്കും പോസിറ്റീവ് എനർജി കൂടുതലും മധ്യത്തിലോട്ട് വന്നിരിക്കും. നെഗറ്റീവ് എനർജിക്ക് ഒരു ടെൻഡൻസി ഉള്ള വെളിയിലേക്ക് പോകാനാണ്. അപ്പോൾ നെഗറ്റീവ് ഏറ്റവും അപ്പോൾ ഈ നടുക്കിരിക്കുന്ന പ്രോട്ടോൺ, ഈ ഓരോ സെല്ലിൻ്റെയും മധ്യത്തിലാണ് പ്രോട്ടോൺ വരുന്നത്. പ്രോട്ടോൺ ആണ് പോസിറ്റീവ് എനർജി. അപ്പം ചുറ്റും ആ സെല്ലിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതൊക്കെ മധ്യത്തിലേക്ക് വരാനായിട്ടായിരിക്കും അതിൻ്റെ ടെൻഡൻസി. അതുപോലെ നെഗറ്റീവ് എനർജിക്ക് അതിൻ്റെ ഏറ്റവും വെളിയിലോട്ട് പോകാനായിരിക്കും ടെൻഡൻസി. അപ്പോൾ ഈ വെളിയിലോട്ട് പോകുന്ന നെഗറ്റീവ് എനർജി ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ചുറ്റും അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതിന് ആവശ്യമായ സ്ഥലം കൊടുക്കണം എന്നാണ്. അത് ശരിക്കും നമ്മുടെ ഇതിനകത്ത് വെളിയിൽ പിശാച വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഭിത്തിയുടെ വെളിയിലായിട്ട് എന്നാൽ കോമ്പൗണ്ട് വാളിൻ്റെ ഉള്ളിലുമായിട്ട് കുറേ സ്ഥലം ഈ പിശാച വീതി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിക്ക് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കണം. അതില്ലാന്നിരിക്കട്ടെ, അതായത് പറഞ്ഞാൽ എന്തോ പറ്റുന്ന പറ്റും, അത് എന്തെങ്കിലും ബ്ലോക്ക് വന്നു, പിശാച വീതിക്ക് തടസ്സം വന്നു. പിശാച വീതിക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജിയുടെ ഒഴുക്കിന് തടസ്സം വരും. ചുറ്റും പിശാച വീതി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിക്ക് സുഖമായിട്ട് ഇങ്ങനെ കറങ്ങി കിടക്കാനുള്ള സ്ഥലമാണ്. അതിന് കറങ്ങി കിടക്കാൻ ആവശ്യത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അത് അകത്തേക്ക് വരില്ല. പക്ഷേ എവിടെയെങ്കിലും അതിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക, കംപ്ലീറ്റ് ആ വീതി കംപ്ലീറ്റ് അടയ്ക്കുക, അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഭാഗികമായിട്ട് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു നമുക്കറിയാം ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഒഴുകുന്നു. ആ വലിയൊരു പൈപ്പിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഒരു ചെറിയ പൈപ്പിൽ കൂടെ അതേ വെള്ളം കൊണ്ടുപോയി അവിടെ ഭയങ്കര ഫോഴ്സ് കൂടും. അപ്പോൾ അതുപോലെ നമ്മൾ ഈ പിശാച വീതിയുടെ സ്ഥലം എവിടെയെങ്കിലും ഒന്ന് ചുരുങ്ങിയിരിക്കട്ടെ. ചുരുങ്ങിക്കഴിഞ്ഞാൽ ആ ചുരുങ്ങുന്നിടത്ത് വന്ന് പിശാച വീതി അതിൻ്റെ എനർജി ഫ്ലോയ്ക്ക് കുറച്ചും കൂടെ ഒരു ഫോഴ്സ് വരും. അപ്പോൾ അങ്ങനെ ഫോഴ്സ് അത് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അങ്ങോട്ട് പോകില്ല. അപ്പം അങ്ങനെ വരുമ്പം അവിടെ വരുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ ഫോഴ്സിനൊരു തടസ്സം ഉണ്ടാകും. ആ തടസ്സം ഉണ്ടാകുന്ന സ്ഥലത്ത് അവിടെ എന്തെങ്കിലും ഓപ്പണിങ്, ജനലോ കഥകോ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് കൂടെ ആ നെഗറ്റീവ് എനർജി വീടിനകത്തേക്ക് വരുന്നതാണ്. ആ നെഗറ്റീവ് എനർജിക്ക് വെളിയിൽ പോകാൻ ആവശ്യമായ സ്ഥലം ഇല്ലാതെ വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ അല്ലെങ്കിൽ തടസ്സം വരുമ്പം ആ എനർജി ആ അടുത്തുള്ള ജനൽ കൂടിയോ കഥകിൽ കൂടി ഈവൻ എവിടെയെങ്കിലുമൊക്കെ വെന്റിലേറ്ററോ അല്ലെങ്കിൽ എയർ സ്പേസ് എവിടെ ഉണ്ടെങ്കിലും അതിൽ കൂടെ ഒക്കെ നമുക്ക് ആ എനർജി അകത്ത് വരും. ആ അകത്ത് വന്നിട്ട് ആ അകത്ത് കയറുന്ന നെഗറ്റീവ് എനർജി ആ വീടായാലും കെട്ടിടമായാലും അതിനുള്ളിലുള്ളവർക്ക് ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിശാച ഭീതി നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല, ക്ലിയർ ആയിട്ട് ഇട്ടേക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് ആ ഒരു വീടാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ നെഗറ്റീവ് എനർജി കൊണ്ട് ദോഷകരമായ ചിലപ്പോൾ സാമ്പത്തിക പല വിധത്തിലുള്ള അതൊക്കെ പിന്നീട് നോക്കാം. അപ്പം അകത്ത് വന്നിട്ട് വിവിധ തരത്തിലുള്ള ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ക്ലിയർ ആയത്? സംശയം ചോദിച്ച ആരാണ്? ആരാ ചോദിച്ച പേരെന്ന് പറയൂ. കേട്ടില്ല. മനോജ്. ഓക്കെ, ശരി. അപ്പൊ ഇത് പിന്നെ
ഇതും, അതായത് ബ്രഹ്മസൂത്രവും സൂത്രം എന്ന് പറഞ്ഞാൽ എനർജി ഫ്ലോ ആണ്. ബ്രഹ്മസൂത്രം കിഴക്കുന്ന പടിഞ്ഞാറോട്ട്, യമസൂത്രം തെക്ക് വടക്കും തെക്കോട്ട്, അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി. ഇത് പിന്നെ 2, 3 നേരത്തെ 2 മാത്രം, ഒന്നുകിൽ 2 മാത്രം, അതായത് ഇത് 2 മാത്രമാണ്. അത്രയും സ്ഥലത്ത് വീട് വയ്ക്കുക, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ 2-ൽ മാത്രമായിട്ട് വീട് വയ്ക്കാൻ ആവശ്യമായ സ്ഥലം ഇല്ലെങ്കിൽ 2, 3 കൂടെ എടുക്കാം. 2, 3 കൂടെ എടുത്തിട്ട് വീട് വയ്ക്കാം. അപ്പൊ അങ്ങനെ വെക്കുമ്പം നമ്മൾ പിശാച വീതിയിലോട്ടും കയറാൻ പാടില്ല, നടുക്കുള്ള ബ്രഹ്മവീതിയിലോട്ടും കയറാൻ പാടില്ല. ഇതിപ്പോ തെക്കിനെയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ കിഴക്കിനെയാണെങ്കിൽ കിഴക്ക് വശത്തോട്ട് മാറിയിരിക്കും, വടക്കിനെയാണെങ്കിൽ വടക്കോട്ട് മാറിയിരിക്കും, പടിഞ്ഞാറ്റിനാണെങ്കിൽ പടിഞ്ഞാറോട്ട് മാറിയിരിക്കും. ഇത് ഏത് വേണമെങ്കിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഇതാണ് മധ്യമക്ഷേത്രം. മധ്യമക്ഷേത്രത്തിൽ വീതി കൽപ്പന ചെയ്യുന്ന, നേരത്തെ കണ്ടത് ഖണ്ഡനിർണയം 4ആയി ഡിവൈഡ് ചെയ്യണം, വീതി കൽപ്പനയും 4 വീതികളായി ഡിവൈഡ് ചെയ്യണം. ഇത് മനസ്സിലായിരിക്കും. അടുത്ത അല്പക്ഷേത്രമാണ്. അതായത് 70 കോലിൽ കുറവുള്ള, നീളവും വീതിയും 70 കോലിൽ കുറവുള്ള, നീളവോ വീതി ഏതെങ്കിലും ഒന്ന് 70 കോലിൽ കുറഞ്ഞാലും അല്പക്ഷേത്രമാണ്. ദിശയ്ക്ക് സമാന്തരമായി 70 കോലിൽ താഴെ വശങ്ങളുള്ള സമചതുരമായ സ്ഥലം. അല്പക്ഷേത്രം ഏറ്റവും നല്ലതാണ് സമചതുരം. എല്ലാ കേസിലും സമചതുരം കിട്ടിയെന്ന് വരില്ല, ദീർഘചതുരമൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമചതുരമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ദിശയ്ക്ക് സമാന്തരമായി 70 കോലിൽ താഴെ വശങ്ങളുള്ള സമചതുരമായ സ്ഥലം. ഇനി ഗ്രഹത്തിന്റെ മധ്യത്തിലുള്ള പോയിന്റ്, അതിന് ഗ്രഹനാഭി എന്ന് പറയും. വാസ്തുമണ്ഡലത്തിന്റെ മധ്യമാണെങ്കിൽ അതിന് ബ്രഹ്മനാഭി എന്ന് പറയും. ഗ്രഹമധ്യബിന്ദുവിന് ഗ്രഹനാഭി എന്നും, വസ്തുവിന്റെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ മധ്യബിന്ദുവിന് ബ്രഹ്മനാഭി എന്നും പറയുന്നു. നമ്മൾ നേരത്തെ കണ്ടാണ് ബ്രഹ്മനാഭി. അതുപോലെ ഗ്രഹത്തിന്റെ മധ്യത്തിന് ഗ്രഹനാഭി. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈസ്റ്റ് വെസ്റ്റ് മധ്യം, അതായത് ഇപ്പൊ നടുക്ക് കാണുന്നത്, ചുറ്റും കാണുന്ന ഒരു പ്ലോട്ടാണ്. പ്ലോട്ടാണെങ്കിൽ ഇപ്പം ബ്രഹ്മനാഭിയാണ് നടുക്ക നീല നിറത്തിൽ കാണുന്നത്. ഈസ്റ്റ് വെസ്റ്റ് നമ്മൾ നേരത്തെ കാണിച്ചാണ് 25 ഡിഗ്രി. സെക്കൻഡ്, അപ്പൊ നേരത്തെ കാണിച്ചിട്ട് വന്നു. ഓക്കെ, അത് ദിശയ്ക്ക് സമാന്തരമായിട്ടുള്ള, ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചാണ് ദിശയ്ക്ക് പാരലായിട്ടുള്ള ഏറ്റവും വലിയ സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരം കാണുക. പ്രസ്തുത സമചതുരം അല്ലെങ്കിൽ ദീർഘചതുരത്തിന്റെ ചുറ്റളവ് കാണും. ദീർഘചതുരം കണ്ടുപിടിച്ചിട്ട് അതിന്റെ 4 വശങ്ങളും മനസ്സിലാക്കിയിട്ട് അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിന് ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, 10 മണിയാവും കഴിയാൻ. ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പൊ ഇപ്പം പിന്നെ നമ്മൾ ചുറ്റളവ് കാണുക, ആ സമയത്തിലോ അല്ലെങ്കിൽ ദീർഘ ചുറ്റളവ് കാണുക. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ 10,000 സെന്റിമീറ്റർ ആണ് ചുറ്റളവ് എന്നിരിക്കട്ടെ. 10,000 സെന്റിമീറ്റർ ചുറ്റളവ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഒരു സെക്കൻഡ്, ഞാൻ പുസ്തകം നിർത്തുന്നുണ്ട്. പുസ്തകം ഇതുവരെ കിട്ടിയില്ലല്ലോ? കിട്ടിയോ? ഇല്ലല്ലോ. ഹലോ കേൾക്കുന്നില്ലേ? ആരും കേൾക്കുന്നില്ലേ? സൈലന്റ് ആയതുകൊണ്ട് എനിക്ക് സംശയം തോന്നി. പിന്നെ പുസ്തകം കിട്ടിയിട്ടില്ല നമുക്കല്ലേ? കിട്ടിയിട്ടില്ല സാർ, ഇല്ല. ശരി, അപ്പൊ അതൊന്ന് പറയണം. അപ്പൊ അതിന്റെ പുസ്തകം നാളെ എൻ്റെ വരും. അപ്പം മറ്റേ നമ്മുടെ പിന്നെ ലാലിനോ TP ലാൽ ഡയറക്ടർ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എത്തിക്കാനുള്ള ഇത് അടുത്ത ആഴ്ചക്ക് മുമ്പെങ്കിലും പുസ്തകം എടുക്കാൻ നോക്കണം. കാരണം ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വരുന്നത്. ഇപ്പൊ 10,000 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ പുസ്തകത്തില് കൈക്കണക്ക് പട്ടികയെന്ന് കൊടുത്തിട്ടുണ്ട്. ആ കൈക്കണക്ക് പട്ടികയിൽ 10,000 സെന്റിമീറ്ററിൽ കൂടാത്ത ചുറ്റളവ് സെന്റിമീറ്ററിലും കൊടുത്തിട്ടുണ്ട്, കോലമൂലത്തിലും കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം, അതിന്റെ കാണിക്കും. അപ്പൊ അതില് സെന്റിമീറ്റർ അളവ് നോക്കണം. ഇപ്പൊ 10,000 സെന്റിമീറ്റർ ആണ്.
സെന്റിമീറ്ററിൽ 10,000 കൂടാതുള്ള അളവ് നോക്കണം. 10,000 സെന്റിമീറ്ററിൽ കൂടാതുള്ള, കാരണം സമചതുരം അല്ലെങ്കിൽ ദീർഘത്തിന്റെ ചുറ്റളവ് 10,000 ആണ്. അപ്പൊ അതിൽ കൂടുതൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ 10,000 കൂടാതുള്ള കൈക്കണക്ക് പട്ടികയിൽ നിന്നും 10,000 സെന്റിമീറ്റർ കൂടാതെയുള്ള ഉത്തമമായ ചുറ്റളവ് കാണണം. അപ്പൊ അത് നോക്കി അപ്പൊ അതിന്റെ റിസൾട്ട് ഏറ്റവും അവസാനത്തെ കോളത്തിൽ റിസൾട്ട് പിന്നെ ഊന്ന് പറഞ്ഞാൽ ഉത്തമം, മാന്ന് പറഞ്ഞാൽ മധ്യമം, ആന്ന് വെച്ചാൽ മാ ഏതെങ്കിലും കാണും. അപ്പൊ അതിൽ ആണേ ഉത്തമം, മായാണേ മധ്യമം, ആയാണേ അധമം. അപ്പൊ അത് നോക്കിയിട്ട് ഉള്ളത്, അത് ഉത്തമമായിട്ടുള്ളത്, അത് കൈക്കണക്ക് പട്ടികയിൽ നിന്നും 10,000 സെന്റിമീറ്റർ കൂടാതുള്ള ഉത്തമമായ ചുറ്റളവ് കാണണം. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തമമായ ചുറ്റളവ് 9,432. ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്ക് പുസ്തകം കൈ കാണും. അപ്പൊ ഇതിനകത്ത് ഇവിടെ തന്നെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അവർക്കിത് നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉത്തമമായ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10,000 കൂടാതെയുള്ള ഉത്തമമായ ചുറ്റളവ് ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ഉത്തമമായ ചുറ്റളവ് നമുക്ക് 9,432 സെന്റിമീറ്റർ ആണ്. ഇത് വാസ്തുമണ്ഡലത്തിൽ ചുറ്റളവായി എടുക്കണം. എത്രയാണോ നമുക്ക് കിട്ടിയത് അതിൽ കൂടാതുള്ള ഉത്തമമായ ചുറ്റളവ് ഈ കൈക്കണക്ക് പട്ടികയിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ട് അത് നമ്മൾ വാസ്തുമണ്ഡലം ചുറ്റളവ്. ഇതിനകത്ത് പിന്നെ യോനി അതൊക്കെ നോക്കേണ്ട, അതൊക്കെ നമുക്ക് പിന്നീട് വരും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉത്തമമായ ചുറ്റളവ്. ഉത്തമം അവസാനം ഊന്ന് എഴുതിയേക്കുന്ന ഉത്തമമായ ചുറ്റളവ്. അപ്പൊ അത് എടുക്കുന്നു. അപ്പം അതിൽ കൂടുതൽ വേറെ ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. അത് ഇനി കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവുള്ളൂ. അപ്പം പിന്നെ നിങ്ങളുടെ പുസ്തകത്തിന്റെ കാര്യം ചോദിക്കുക. അടുത്ത ആഴ്ചയെങ്കിലും കിട്ടത്തക്കണ പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറയും. ഡിപ്ലോമ കോഴ്സിന്റെ പുസ്തകമുണ്ട്, അതുകൂടാതെ PG-യുടെ പുസ്തകങ്ങൾ പ്രത്യേകം ഉണ്ടല്ലേ സാർ? പുസ്തകമില്ല. PG-ക്ക് ക്ലാസ്സിൽ നോട്ട് തരികയാണ്. PG-ക്ക് അങ്ങനെ പുസ്തകം കൊടുക്കില്ല. PG-ക്ക് അത് കുറച്ച് നമ്മളെ ഇതായിട്ട് വെച്ചേക്കേണ്ട കാര്യങ്ങളാണ് പലരും പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് പിന്നെ പുസ്തകമായിട്ട് കൊടുക്കില്ല, ക്ലാസ്സിൽ നോട്ട് കൊടുക്കും. ഓരോ ഭാഗം പഠിച്ചിട്ട് അതിന്റെ നോട്ട് അപ്പോഴും കൊടുക്കും. ശരി സാർ. അപ്പൊ ഡിപ്ലോമയുടെ പുസ്തകമേ ഉള്ളൂ? ഡിപ്ലോമയ്ക്ക് മാത്രമേ പുസ്തകമുള്ളൂ. 3 പുസ്തകമുണ്ട്. 3 ഡിപ്ലോമ കോഴ്സിന്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരി സാർ. അപ്പൊ ഇത് നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ അങ്ങനെ ചുറ്റളവ് കണ്ടു കഴിഞ്ഞാൽ ഈ വീട് എങ്ങോട്ട് ദർശനമാണ്, കിഴക്കോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഏത് ദിശയിലേക്കുള്ള ദർശനമാണ് നോക്കണം. കിഴക്കും വടക്കുമാണ് ദർശനമായ ഭവനം. അത് വീട് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള വീടുകൾക്ക് ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് വരണം. അത് ക്ലിയർ ആക്കണം. അതായത് കിഴക്കോട്ടോ വടക്കോട്ടോ ആണെങ്കിൽ വീട് തെക്ക് പടിഞ്ഞാറോട്ട് മാറി നിൽക്കണം. ഒന്നുകിൽ കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട് അല്ലെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട്. ഈസ്റ്റ് ഓർ നോർത്ത് ഫേസിങ്, നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഫേസ് ചെയ്യുന്ന വീട്, അതിൻ്റെ ഗ്രഹത്തിന്റെ മധ്യം എന്ന് പറയുന്നത് വസ്തുവിന്റെ മധ്യം ബ്രഹ്മനാഭിയുടെ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ട് മാറി വരത്തക്കോണം ആണ് സ്ഥാനം കാണേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. ഇനി ഏത് ദിശയിൽ ദർശനമായാലും, അതായത് നമ്മളെ വീട് കിഴക്കോട്ട് കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ ഈ 4 ദിശയിൽ എങ്ങോട്ട് ദർശനമായാലും ബ്രഹ്മനാഭിയുടെ തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും ഗ്രഹനാഭി വരാൻ പാടില്ല. അതായത് അഗ്നിമൂലയുടെ ഭാഗത്തോ വായുമൂലയുടെ ഭാഗത്തോ ഗ്രഹമധ്യം അല്ലെങ്കിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ ഈ ചെയ്യുമ്പോൾ കൂടുതൽ വരും ഇനി അങ്ങോട്ട് വരുമ്പോൾ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഒന്ന് കാണിക്കുകയാണ് ഇവിടെ. ഇത് വാസ്തു മണ്ഡലത്തിന്റെ അതിർത്തിയാണ്. ഈ 4 വരകളാണ്. 4 പിന്നെ ഇത് ആണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ്. ഇത് വാസ്തു മണ്ഡലത്തിന്റെ അതിർത്തിയാണ്, ബൗണ്ടറി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മിനിമം മണ്ണിനടിയിലോട്ട് ഒരടിയെങ്കിലും താഴ്ച വേണം. ഇത് കെട്ടണം. ഇത് വെറുതെ നമ്മൾ പടത്തിൽ മാത്രം കാണിച്ചാൽ പോരാ. ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസ്മെന്റ് മുമ്പായിട്ട് ഇത് കെട്ടണം. കെട്ടുന്നത് മണ്ണ് മേളിലോട്ട് പൊക്കിയില്ലെങ്കിൽ മണ്ണ് വരെ നിർത്തിയിട്ട് അവസാനം മേളിലോട്ട് പൊക്കിയാലും മതി. ഇതാണ് വാസ്തു മണ്ഡലത്തിന്റെ അതിർത്തി. ഇത് പിശാചവീതിയാണ്. വാസ്തുമണ്ഡല അതിർത്തിയുടെ അകത്തായിട്ടായിരിക്കും ഏറ്റവും വെളിയിൽ വരുന്ന ഇതാണ് പിശാചവീതി. ഇത് ബ്രഹ്മസൂത്രം യമസൂത്രം. കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ഈസ്റ്റ് വെസ്റ്റ്. കിഴക്കുന്ന പടിഞ്ഞാറുള്ള ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലുള്ള ബ്രഹ്മസൂത്രം, നോർത്ത് ടു സൗത്ത് യമസൂത്രം. ബ്രഹ്മനാഭി എന്ന് പറയുന്നതാണ് പ്ലോട്ടിന്റെ മധ്യം. പ്ലോട്ടിന്റെ മധ്യം വരുന്നതാണ് ബ്രഹ്മനാഭി. വടക്ക് ദർശനമായ വീടാണെങ്കിൽ, ഇതിപ്പോ നമ്മൾ ഓരോ വീട് വടക്കോട്ട് ദർശനമാണെങ്കിൽ
അപ്പം നമ്മൾ ബ്രഹ്മനാഭിയുടെ അത് നേരത്തെ പറഞ്ഞാണ് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനം. നേരത്തെ പറഞ്ഞ നമ്മൾ ഒരു പടമായിട്ട് കാണിക്കുന്നേ ഉള്ളൂ. വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായ വീട് തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിരിക്കണം ഗ്രഹനാഭി. ഇത് ഇപ്പൊ കാണിക്കുന്ന ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റിലോട്ട് മാറി ഗ്രഹനാഭി വരണം. അപ്പൊ നോക്കുക, ഇപ്പൊ 2 വര വരച്ചേക്കുന്നു, ഒരു പ്ലസ് സൈൻ. അത് ഒന്ന് വീടിന്റെ ബ്രഹ്മസൂത്രവും യമസൂത്രവുമാണ്. വീടിന്റെ ബ്രഹ്മസൂത്രം യമസൂത്രം. അപ്പൊ അത് രണ്ടും കൂടെ ആ പ്ലസിന്റെ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് വീടിന്റെ മധ്യം അല്ലെങ്കിൽ ഗ്രഹനാഭി. ഇവിടെ നോക്കിയാൽ അറിയാം, ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഗ്രഹനാഭി നിൽക്കുന്നത്. ഇത് ആ വീട് വരുന്നത് ഇങ്ങനെയാണ്. ഇത് ഗ്രഹനാഭി. അപ്പം ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയാണ് ഗ്രഹനാഭി. ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ഫേസ് ചെയ്യുന്ന വീട് ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറി വരുന്നതാണ് ഏറ്റവും മാറി വേണം വരാൻ ഗ്രഹനാഭി. ഇതാണ് വീട് കാണിക്കുന്നത്. ഇത് പിന്നെ വീട് വരുന്നു. വീടിന്റെ കിഴക്കുന്ന പടിഞ്ഞാറോട്ടുള്ള ആ ലൈൻ വീടിന്റെ ബ്രഹ്മസൂത്രം. അതുപോലെ വീടിന്റെ തെക്ക് വടക്കുള്ള ലൈൻ വീടിന്റെ യമസൂത്രം. ആ വീടിന്റെ ബ്രഹ്മസൂത്ര യമസൂത്രയോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് വീടിന്റെ മധ്യം അല്ലെങ്കിൽ ഗ്രഹനാഭി. ആ ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് വേണം മാറി വരാൻ. അപ്പൊ ഇവിടെ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഈശാന കോണിലെ വീടാണെങ്കിലോ? അത് വരാം, അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഒരു ആരോ കാണിച്ചിരിക്കുന്നത് വീട് വടക്കോട്ട് ഫേസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വടക്കോട്ട്. ഇപ്പൊ ഇവിടെ നോക്കുക, തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് വീടിന്റെ നീളം നോക്കുക. വീടിന്റെ തെക്ക് വടക്കുള്ള നീളവും കിഴക്ക് പടിഞ്ഞാറുള്ള നീളവും നോക്കുക. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് അളവ് കൂടുതലാണ്. നോക്കുക, വീടിന്റെ തെക്ക് വടക്കുള്ള അളവിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് കിഴക്ക് പടിഞ്ഞാറുള്ള അളവ്. അപ്പൊ വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട് കിഴക്ക് പടിഞ്ഞാറ് അളവ് കൂടിയിരിക്കുന്നതാണ് നല്ലത്. അതായത് വീട് ഫേസ് ചെയ്യുന്ന ഭാഗം, വടക്ക് ഭാഗവും തെക്ക് ഭാഗവും അളവ് കൂടുതലും, കിഴക്കും പടിഞ്ഞാറും അളവ് കുറവും. ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെ ആ വീട് കാണിച്ചിരിക്കുന്നതിന്റെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും അളവ് കൂടുതലാണ് കിഴക്കിനെയും പടിഞ്ഞാറിനെ അപേക്ഷിച്ച്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഏത് ഭാഗത്തോടാണോ വീട് ഫേസ് ചെയ്യുന്നത് ആ വശം അതിന്റെ എതിരെ ഓപ്പോസിറ്റ് വശവും നീളം കൂടിയിരിക്കണം. അല്ലാതെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊക്കെ ഐഡിയൽ കണ്ടീഷനാണ്. ഏറ്റവും നല്ല കണ്ടീഷനിൽ ചെയ്യേണ്ട വീടുകളാണ് ഇതെല്ലാം കാണിക്കുന്നത്. ചില വീടുകൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. പുരയിടത്തിന്റെയൊക്കെ കിടപ്പൊക്കെ വെച്ച് ചിലപ്പോൾ നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീട് ചിലപ്പം കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നീളം കൂടി ചെയ്യേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ഏറ്റവും നല്ലത് ഇതാണ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കിഴക്ക് ദർശനമാണെങ്കിൽ, വീട് കിഴക്കോട്ടാണ് ദർശനമെങ്കിൽ അത് നേരത്തെ പറഞ്ഞ പോലെ വടക്കോട്ട് ദർശനമുള്ള വീടും കിഴക്കോട്ട് ദർശനം രണ്ടും ഗ്രഹനാഭി തെക്ക് പടിഞ്ഞാറ് വരണം. പക്ഷെ വീടിന്റെ അളവ് കിഴക്കോട്ട് ദർശനമായ വീട് നോക്കുക. എങ്ങനെ നോക്കാം. അതായത് പിന്നെ ഗ്രഹത്തിന്റെ ബ്രഹ്മസൂത്രവും യമസൂത്രവും വീടിന്റെ ഗ്രഹനാഭി എന്ന് പറഞ്ഞാൽ അതിന്റെ മധ്യം. ആ നടുക്ക് വരുന്ന അതാണ് ഗ്രഹനാഭി അല്ലെങ്കിൽ ഗ്രഹമധ്യം. വീട് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ നോക്കും, ഇവിടെ തെക്ക് വടക്ക് നീളം കൂടുതലാണ്. നേരത്തെ കാണിച്ചതിനകത്ത് കിഴക്ക് പടിഞ്ഞാറ് നീളം കൂടുതലായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ കാണിക്കുന്ന വീണ്ടും തെക്ക് വടക്ക് അളവ് കൂടുതലും കിഴക്കും പടിഞ്ഞാറും കുറവുമാണ്. കിഴക്കും പടിഞ്ഞാറും അളവ് കൂടുതലും തെക്കും വടക്കും അളവ് കുറവാണ്. അപ്പം പിന്നെ അപ്പൊ അവിടെ വീട് ഫേസ് ചെയ്യുന്ന കിഴക്കോട്ടാണ്. വീട് ഫേസ് ചെയ്ത് കിഴക്കോട്ടാകുമ്പോൾ കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് ഭാഗവും അളവ് കൂടിയിരിക്കണം. ഇതാണ് ഗ്രഹനാഭി. വീട് ഫേസ് ചെയ്ത കിഴക്കോട്ട്. അളവ് കൂടുതലുള്ള ഭാഗം ഫ്രണ്ടോ അല്ലെങ്കിൽ ബാക്കോ ആയിരിക്കണം. അപ്പം ഒരു ഗ്രഹനാഭി കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് വീട് ഫേസ് ചെയ്യുന്നതെങ്കിൽ ഗ്രഹനാഭി ബ്രഹ്മനാഭിയുടെ തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിരിക്കണം. അതേസമയം തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്യുന്ന വീടിന് വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണം. അതിലേക്ക് വരാം. വടക്കോട്ടോ കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഫേസ് ചെയ്യുന്ന വീടാണ് ഈ കാണിക്കാൻ പോകുന്നത്. വാസ്തുമണ്ഡലം, ഇത് പിശാച വീതി, ഇത് പുരാണത്തിന്റെ പിന്നെ ബ്രഹ്മസൂത്രം യമസൂത്രം, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത്. ഇതാണ് വീടെന്നിരിക്കട്ടെ. ഇപ്പൊ ഈ കാണുന്ന വീടാണ്. ഇപ്പൊ ഇത് ഫേസ് ഇതിന്റെ മധ്യം നോക്കുക എവിടെയാണ് നടുക്കുള്ള. ഇത് വീടിന്റെ ബ്രഹ്മസൂത്രം, വീടിന്റെ യമസൂത്രം. അപ്പൊ ഇതിന്റെ മധ്യം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് മാറിയിരിക്കുകയാണ്.
അതായത് ബ്രഹ്മനാഭിയിൽ നിന്നും വടക്ക് കിഴക്കോട്ട് മാറിയാണ് ഗ്രഹനാഭി. അപ്പൊ ഇതിപ്പോ എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഈ വീട് ഫേസ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കണേ നല്ലത്? അതായത് പടിഞ്ഞാറോട്ട് തെക്കോട്ടുമാണ്. പക്ഷെ തെക്കോട്ടായിരിക്കില്ല, കാരണം ഇവിടെ പിന്നെ ഈ നീളം കൂടിയത് പടിഞ്ഞാറും കിഴക്കുമാണ്. അപ്പൊ ഇത് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്നതാണ്. അത് നോക്കാം. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതൊക്കെ ഐഡിയൽ കണ്ടീഷനിൽ ചെയ്യേണ്ടതാണ്. പടിഞ്ഞാറോട്ട് ആരോ കാണിച്ചിരിക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനമാണ് ആരോ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പടിഞ്ഞാറ് ദർശനമായ വീട് ചെയ്യേണ്ടത്. അപ്പം വീടിന്റെ മധ്യം ഗ്രഹനാഭി എന്ന് പറയുന്നത് ബ്രഹ്മനാഭിയുടെ വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണം. പടിഞ്ഞാറ് ദർശനമുള്ള വീട്. തെക്കോട്ട് ദർശനമായാലും അങ്ങനെ തന്നെ വേണം. പിന്നെ അടുത്ത തെക്കോട്ട് ദർശനം നോക്കാം. ഇത് പിന്നെ ഇപ്പോഴത്തെ വാസ്തുമണ്ഡലത്തിന്റെ ബ്രഹ്മസൂത്രം യമസൂത്രം. തെക്ക് ദർശനമായ വീടാണ്. തെക്ക് ദർശനമായ വീടാണെങ്കിൽ വടക്ക് കിഴക്കോട്ട് മധ്യം വരണം. ഇതാണ് വീടിന്റെ രണ്ട് ബ്രഹ്മസൂത്രവും യമസൂത്രവും. വീടിന്റെ ബ്രഹ്മസൂത്രവും യമസൂത്രവും. അപ്പൊ വീടിന്റെ മധ്യം നോക്കുക, വടക്ക് കിഴക്കോട്ട് മാറി വന്നു. ഇത് ഫേസ് ചെയ്യുന്നത് തെക്ക് ദർശനമായതുകൊണ്ട് തെക്ക് വശവും അതിന്റെ ഓപ്പോസിറ്റുള്ള വടക്ക് വശവുമാണ് അളവ് കൂടുതൽ. ഫേസ് ചെയ്യുന്ന ഭാഗങ്ങൾ അളവ് കൂടുതലായിരിക്കണം. ഇത് തെക്ക് ദർശനമായ വീട്. ഇപ്പൊ നമ്മൾ കിഴക്ക് ദർശനം, വടക്ക്, തെക്ക് പടിഞ്ഞാറ് നാലും കണ്ടു. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഏത് ദർശനം എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പൊ മാറ്റുകയാണ്. ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും ഒരേ ബിന്ദുവിൽ വരാൻ പാടില്ല. അതായത് ഗ്രഹനാഭിയുടെ ആദ്യം ബ്രഹ്മനാഭിയാണ്, അതിന്റെ മുകളിൽ കയറി ഗ്രഹനാഭി വരാൻ പാടില്ല. അത് തമ്മിലെ ഒരു ഗമനം വേണം. അതിനാണ് ഗമനം എന്ന് പറയുന്നത്. ബ്രഹ്മനാഭിയും ഗ്രഹനാഭിയും തമ്മിലുള്ള ദൂരത്തിനാണ് ഗമനം എന്ന് പറയുന്നത്. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രേഖകളിൽ ഗ്രഹനാഭി വരാൻ പാടില്ല. ബ്രഹ്മനാഭിയിൽ വരാൻ പാടില്ലെന്ന് മാത്രമല്ല, ബ്രഹ്മനാഭിയിൽ കൂടി തെക്ക് വടക്ക് ദിശയിൽ പോകുന്ന യമസൂത്രം, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പോകുന്ന പിന്നെ ബ്രഹ്മസൂത്രം. അതായത് വാസ്തുമണ്ഡലത്തിന്റെ ബ്രഹ്മസൂത്രവും യമസൂത്രവും അതിലും ഗ്രഹനാഭി ഗ്രഹത്തിന്റെ മധ്യം വരാൻ പാടില്ല. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് രേഖകളിൽ വാസ്തുമണ്ഡലത്തിന്റെ തെക്ക് വടക്ക് രേഖയ്ക്കാണ് യമസൂത്രം എന്ന് പറയുന്നത്, കിഴക്ക് പടിഞ്ഞാറ് രേഖയ്ക്കാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത്. അപ്പം വാസ്തുമണ്ഡലത്തിന്റെ ബ്രഹ്മസൂത്രത്തിലും യമസൂത്രത്തിലും ഗ്രഹത്തിന്റെ മധ്യം വരാൻ പാടില്ല, ഗ്രഹനാഭി വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വീടിന്റെ സ്ഥാനം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന വാസ്തുമണ്ഡലത്തിലെ രണ്ട് കർണങ്ങൾ, ഡയഗനൽ, അതിന് പേര് വരുന്ന ഒന്നും അതായത് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയിലേക്ക് വരുന്ന കർണത്തിന് കർണസൂത്രം എന്ന് പറയും. മൃത്യുസൂത്രം എന്ന് പറയും. തെക്ക് കിഴക്ക് അല്ലെങ്കിൽ അഗ്നിമൂലയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വായുമൂലയിലേക്ക് വരുന്ന കർണത്തിന് മൃത്യുസൂത്രമെന്നും, തിരിച്ച് ഈശാന്യമൂല അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലേക്ക് വരുന്ന കർണത്തിന് കർണസൂത്രം എന്നും പറയും. കർണസൂത്രവും മൃത്യുസൂത്രവും അതുകൂടെ കാണിക്കും. അപ്പൊ ഇത് പിന്നെ ബ്രഹ്മനാഭിയിൽ കൂടി കടന്നു പോകുന്ന വാസ്തുമത രണ്ട് കർണങ്ങളിലും ഗ്രഹനാഭി വരാൻ പാടില്ല. അപ്പൊ ഇത് ഇത്രയും നമ്മൾ അതിന്റെ ഇനിഷ്യലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ അപ്പൊ പിന്നെ വീടിന്റെ സ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വീട് അങ്ങനെ വരുന്നത്. ഇനി ശരിക്കും വീടിന്റെ ആ കറക്റ്റ് സെന്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് പദവിന്യാസം ചെയ്ത് വേണം കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ഇനി വരുന്നത്. ഇതൊക്കെ നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ബേസിക്കിന് വരും. അതായത് പിന്നെ എന്തുവാ ഡിപ്ലോമ കോഴ്സ് കുറെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇത് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് വരില്ല. പദവിന്യാസം 3 വിധത്തിലുണ്ട്. ഒന്ന് ദശവർഗ പദവിന്യാസം, അതിന് വേറൊരു പേരാണ് ആസന പദവിന്യാസം. രണ്ടാമത് നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസം. മൂന്നാമത് അഷ്ടവർഗ പദവിന്യാസം അല്ലെങ്കിൽ മണ്ഡൂക പദവിന്യാസം. ഈ 3 തരത്തിലുള്ള പദവിന്യാസത്തിൽ മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും നല്ലത് നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് പരമശായിക പദവിന്യാസം. അപ്പൊ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്ന നവവർഗ പദവിന്യാസം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസമാണ് മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും നല്ലത്.
മറ്റേ ദശവർഗം അഷ്ടവർഗം ഒക്കെ വേറെ കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഇവിടെ മനുഷ്യാലയ അതുകൊണ്ട് ഏറ്റവും മനുഷ്യാലയങ്ങൾക്ക് ഏറ്റവും യോജിച്ച പദവിന്യാസ രീതി നവവർഗം അല്ലെങ്കിൽ പരമശായിക പദവിന്യാസം. നമ്മൾ ഈ ചെയ്യാൻ പോകുന്നതൊക്കെ അതാണ്. മനുഷ്യാലയങ്ങൾക്ക് പരമശായിക പദവിന്യാസമാണ് ഏറ്റവും യോജിച്ചത്. കഴിഞ്ഞിരിക്കുന്നു, മനസ്സിലായല്ലോ. ഇത് പദവിന്യാസം കാണിക്കുകയാണ്. നോർത്ത് ഈസ്റ്റും വെസ്റ്റും അവിടെ സ്ഥലക്കുറവുകളോട് എഴുതിയിട്ടില്ല. മോൾവശം ഈസ്റ്റ്, താഴ്വശം സൗത്ത്. 9 ഡിവൈഡ് ചെയ്യണം. ആ 9 ഡിവൈഡ് ചെയ്യുമ്പം ഓരോ ആ വീതി അതിന് പദവിസ്താരം എന്ന് പറയും. ഓരോ ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മളിപ്പം ഇപ്പം ഇവിടെ ഒരു ലൈൻ വന്നു. അപ്പോൾ അതിൽ ആ മോൾ വരെ താഴെ വരെ ഒരിക്കലും നീണ്ട ഒരു സ്ട്രിപ്പ് പോലെ ഉണ്ട്. അതിനാണ് ഒരു പദം എന്ന് പറയുന്നത്. ആ മോളി മുതൽ താഴെ നീളത്തിൽ കാണുന്ന മോളി മുതൽ താഴെ വരെ ആ ചെറിയ വീതി കാണുന്ന അതിനാണ് പദം എന്ന് പറയുന്നത്. അതിൻ്റെ വീതിക്കാണ് പദവിസ്താരം എന്ന് പറയും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു പദം, ഇപ്പം ഈ കാണിച്ചിരിക്കുന്ന ഒരു പദമാണ്. വടക്കേ അറ്റത്ത് കാണിച്ചിരിക്കുന്ന മോളിൽ താഴെ വരെ ഒരു പദം. അതായത് ഇപ്പം 2 പദങ്ങൾ കാണിച്ചു, 1, 2. അതായത് ഇപ്പം 3 പദങ്ങൾ കാണിച്ചു, 1, 2, 3. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ വീതി ഈക്വൽ ആയിരിക്കണം. ആ വീതിക്കാണ് പദവിസ്താരം എന്ന് പറയുന്നത്. അതായത് നോക്കുക, ഈ വീതി, ആ വീതിക്ക് പദവിസ്താരം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പദവിസ്താരം എന്ന് പറഞ്ഞിരിക്കണം. ആ 9 ഭാഗിക്കുമ്പോൾ ഒരു ഭാഗത്തിന്റെ വീതിക്കാണ് പദവിസ്താരം. ഇതെല്ലാം ഈക്വൽ ആയിരിക്കണം. ഈ പദവിസ്താരം എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇപ്പം നമ്മൾ 9 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം പിന്നെ കിഴക്ക് പടിഞ്ഞാറ് ആണ് ഉള്ള രേഖകളാണ്. അതുപോലെ നേരെ തിരിച്ചും പറയണം. അതായത് ഇവിടെ തെക്ക് വടക്ക് നോക്കാം. ഒരു പദം തെക്ക് വടക്കുള്ള പദം കാണിച്ചു, രണ്ടാമതൊരു പദം കാണിച്ചു. അവിടെ പദവിസ്താരം ഇതാണ്. ഇപ്പം കാണിച്ചില്ല. തെക്ക് വടക്ക് ഡയറക്ഷനിലെ പദങ്ങളുടെ വിസ്താരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതും പദവിസ്താരമാണ്. ഇപ്പം ഈ രണ്ടും പദവിസ്താരമാണ്. ഒന്ന് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലെ പദവിസ്താരം, മറ്റേത് തെക്ക് വടക്ക് ഡയറക്ഷനിലെ പദവിസ്താരം. 9 പദങ്ങളായിട്ട് അതിനെ തിരിക്കണം. അപ്പൊ ഇങ്ങനെ പദങ്ങളായി വിന്യസിക്കുന്നതിനാണ് പദവിന്യാസം എന്ന് പറയുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 9 പദങ്ങളും തെക്ക് വടക്ക് ദിശയിൽ 9 പദങ്ങളും, അങ്ങനെ 9 9 18 പദങ്ങളായി ഡിവൈഡ് ചെയ്യുന്നതാണ് പദവിന്യാസം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഒരു പരമശായിക പദവിന്യാസ പ്രകാരം അല്ലെങ്കിൽ നവവർഗ പദവിന്യാസ പ്രകാരം ഒരു വാസ്തുമണ്ഡലത്തിൽ ആകെ പദങ്ങളുടെ എണ്ണം 9 9 18 അതൊക്കെ അറിഞ്ഞിരിക്കണം. ആകെ 18 പദങ്ങളുണ്ട്. പക്ഷെ ഈ പദങ്ങൾ വരയ്ക്കാണ്ട് ഓരോ ലൈൻസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇപ്പം ഒരു ലൈൻ മാഞ്ഞു പോകുന്ന കാണാം. താഴത്തെ ഒരു ലൈൻ മാഞ്ഞു പോയി, വീണ്ടും അത് വന്നു. ആ ഒരു ലൈനാണ് ഒരു നാഡി എന്ന് പറയുന്നത്. ഈ ഓരോ ലൈൻസും ഓരോ നാഡികളാണ്. അപ്പോൾ നാഡികൾ കൂടെ ഈ ഊർജ്ജ പ്രവാഹമുണ്ട്. എനർജി ഫ്ലോ ഓരോ നാഡികളിൽ കൂടി ഊർജ്ജം പ്രവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാഡികൾക്കൊക്കെ ഇപ്പൊ നോക്കി, ഈ നാഡികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ 10 നാഡികളുണ്ട്, തെക്ക് വടക്ക് ഡയറക്ഷനിൽ 10 നാഡികളുണ്ട്. ആകെ നാഡികളുടെ എണ്ണം 20ആണ്. പദങ്ങൾ ഞാൻ 2 നാഡിയുടെ ഇടയ്ക്ക് വരുന്നതാണ് ഒരു പദം എന്ന് പറയുന്നത്. പദങ്ങളുടെ എണ്ണം 9ആണ്. തെക്ക് വടക്ക് ഡയറക്ഷനിൽ 9, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിൽ 9. 18 പദങ്ങളാണ് ആകെ. 9 9 18 പദങ്ങളാണ് ആകെ ഉള്ളത്. പക്ഷെ അതേസമയം നാഡികളാണെങ്കിൽ 20 എണ്ണം ഉണ്ട്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നോക്കി അറിയാം 10 ലൈൻസ് ഉണ്ട്. കിഴക്ക് പടിഞ്ഞാറ് 10 ഉണ്ട്, തെക്ക് വടക്ക് 10 ഉണ്ട്. ആ ഓരോ ലൈനിനെ ഓരോ നാഡി എന്ന് പറയും. ആകെ നാഡികളുടെ എണ്ണം 20ആണ്. 10 കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 10, തെക്ക് വടക്ക് ദിശയിൽ 10. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നാഡികൾ എന്ന് പറയുന്നത് ഇത് ആ കാണുന്ന ഒരു ലൈൻ, അത് ഒരു നാഡിയാണ്. എല്ലാ ഇതിപ്പോൾ ആദ്യം കാണിച്ചത് തെക്ക് വടക്ക് ദിശയിൽ വടക്ക് തെക്ക് ദിശയിലുള്ള ഒരു നാഡിയാണ് ആരോ കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഒരു നാഡിയാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നാഡികളാണ്. ഇനി ഈ നാഡികൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഓരോ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ 100 പോയിന്റ് ഇവിടെ ഉണ്ട്. ഇവിടെ 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 10 നാഡികൾ തെക്ക് വടക്ക് ദിശയിലുമുണ്ട്. ഈ നാഡികൾ കൂട്ടിമുട്ടുന്ന ഓരോ ബിന്ദു അല്ലെങ്കിൽ ഓരോ പോയിന്റും മർമ്മമാണ്. അതിന് മർമ്മം എന്ന് പറയും. അങ്ങനെ ആകെ പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തുമണ്ഡലത്തിൽ ആകെ 100 മർമ്മങ്ങളുണ്ട്. നോക്കി 1 2 3 ഓരോ ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റുകളെല്ലാം ഓരോ മർമ്മങ്ങളാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10
10 നാടി തെക്ക് വടക്കും 10 നാടി കിഴക്ക് പടിഞ്ഞാറും ആകുമ്പോൾ അവിടെ 100 മർമ്മങ്ങൾ ഉണ്ടാവും. മർമ്മങ്ങൾ അവിടെ നോക്കുക, 2 ലൈൻ കൂട്ടിമുട്ടുന്നതാണ്. ആ ഒരു ആരോ നോക്കുക, അവിടെ 2 ലൈൻ കൂട്ടിമുട്ടുന്നുണ്ട്. അങ്ങനെ 2 ലൈൻ കൂട്ടിമുട്ടുന്ന എല്ലാ പോയിന്റ്സും മർമ്മങ്ങളാണ്. അവിടെ വേറൊരു മർമ്മം കാണിച്ചു. 2 മർമ്മങ്ങൾ ഇവിടെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ നമുക്ക് എണ്ണി നോക്കി അറിയാം 100 മർമ്മങ്ങളുണ്ട്. അപ്പൊ ആകെ മർമ്മങ്ങളുടെ എണ്ണം 100. ആകെ നാഡികൾ ആകെ മർമ്മങ്ങളുടെ എണ്ണം 100. ആകെ നാഡികളുടെ എണ്ണം 10 10 20. ആകെ പദങ്ങളുടെ എണ്ണം 9 9 18. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് ബ്രഹ്മസൂത്രമാണ്. വാസ്തുമണ്ഡലത്തിന്റെ ബ്രഹ്മസൂത്രം കിഴക്കുന്ന പടിഞ്ഞാറോട്ട് മധ്യത്തിലുള്ളത് ബ്രഹ്മസൂത്രം. അതുപോലെ യമസൂത്രം എന്ന് പറഞ്ഞാൽ തെക്ക് വടക്കാണ്. മധ്യത്തിൽ കൂടെ തെക്ക് വടക്ക് മധ്യത്തിൽ കൂടുതലാണ് യമസൂത്രം. ബ്രഹ്മസൂത്രം യമസൂത്രമായി അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതാണ് ബ്രഹ്മനാഭി. ആ ബ്രഹ്മനാഭി കൂടെ തന്നെയാണ് ഡയഗണൽ. ഇപ്പം നമുക്ക് വടക്ക് കിഴക്കേ മൂലയിൽ നിന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിലേക്ക് വലിച്ചിരിക്കുന്ന ഒരു കർണം. ഈ കർണത്തിനാണ് കർണസൂത്രം എന്ന് പറയും. കർണസൂത്രം. അതുപോലെ തിരിച്ചുള്ളത്, അതായത് അഗ്നിമൂല, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ നിന്നും വടക്ക് പടിഞ്ഞാറേ മൂല, അതായത് വായുമൂലയിലേക്ക് വരുന്ന കർണത്തിനാണ് മൃത്യുസൂത്രം എന്ന് പറയും. നോക്കുക, ഇപ്പൊ ഈ വലിച്ചിരിക്കുന്ന കർണം, ഇതിന് മൃത്യുസൂത്രം എന്ന് പറയും. അപ്പം ബ്രഹ്മസൂത്രം, യമസൂത്രം, കർണസൂത്രം, മൃത്യുസൂത്രം ഇതെല്ലാമായി. ഇതെല്ലാം ഈ 4 സൂത്രങ്ങളുടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി. ആ നീലകാലത്ത് നടക്ക് വന്നേക്കുന്നതാണ് ബ്രഹ്മനാഭി. ഇത് നമുക്ക് അതായത് പദവിന്യാസം അതായത് ചിത്രങ്ങളിൽ കൂടി വിശദീകരിക്കാം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ വരയ്ക്കണം. പക്ഷെ ഓരോ കണക്ക് ചെയ്യുമ്പോൾ ഈ പേരൊന്നും ബ്രഹ്മസൂത്രം യമസൂത്രം അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്യേണ്ടി വരും, വരകളൊക്കെ വരേണ്ടി വരും. പക്ഷെ ആ പേരൊന്നും എഴുതണ്ട. പക്ഷെ പരമശായിക പദവിന്യാസം ചിത്രസഹായത്താൽ വിശദീകരിക്കുക എന്നൊരു ചോദ്യം വന്നാൽ ഇത് ഈ പടമെല്ലാം വരയ്ക്കണം. ഈ ആരോട്ട് ഓരോന്ന് കാണിക്കണം, അതിന്റെ പേരുകളും എഴുതി കാണിക്കണം. ഇനി ഇവിടെ ഇത് നോക്കുക. ഇപ്പൊ ഇവിടെ പിശാചവീതി, അതൊരു ഏറ്റവും വെളിയിലത്തുള്ള ആ ഒരു ഇതാണ് പിശാചവീതി. അവിടെ ഒരു കാണിക്കുന്നത് ഇതാണ് പിശാചവീതി. അതൊരു നിറവ്യത്യാസം കാണും. നീല നിറത്തിൽ കാണുന്നതാണ് പിശാചവീതി. അപ്പൊ നമ്മൾ വീട് വയ്ക്കുമ്പോൾ പിശാചവീതിയിലേക്ക് കയറി വരാൻ പാടില്ല. അപ്പൊ അത് മനസ്സിലായി വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മള് കുറച്ച് ക്ലിയർ 4 സൂത്രങ്ങൾ ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, കർണസൂത്രം കാണിച്ചിട്ടുണ്ട്. നാഡികൾ 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ്, 10 നാഡികൾ തെക്ക് വടക്ക് അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ പദങ്ങളെല്ലാം 9 പദങ്ങൾ തെക്ക് വടക്ക്, 9 പദങ്ങൾ കിഴക്ക് പടിഞ്ഞാറ് അതുമെല്ലാം കാണിച്ചിട്ടുണ്ട്. പിശാച വീതിക്കുള്ള കളർ ചെയ്താതൊന്നും കാണിച്ചിട്ടില്ല. കാരണം ഇതിനകത്ത് ഇനി കുറച്ചും കൂടി കാണിക്കാനുണ്ട്. അത് നോക്കുക. ഇവിടെ ഈ 4 അതായത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഈ 4 വശത്തിൻ്റെയും മധ്യങ്ങൾ യോജിച്ചിട്ടുള്ള ഒരു ഇത് ശരിക്ക് കറക്റ്റ് സ്ക്വയർ ആണെങ്കിൽ കറക്റ്റ് സർക്കിൾ വരും. അപ്പൊ ആ കറക്റ്റ് സർക്കിൾ ഇങ്ങനെ വരുന്ന ഒരു കറക്റ്റ് സർക്കിൾ, ഈ സർക്കിളിന് ഒരു പേരാണ് നാഗസൂത്രം. ഇത് നമ്മുടെ സാധാരണ വീടുകൾ വയ്ക്കുമ്പോൾ ഈ നാഗസൂത്രത്തിന് വലിയ പ്രസക്തിയില്ല. പക്ഷെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഉണ്ട്. പക്ഷെ നാഗസൂത്രത്തിന് വീടുകൾക്ക് വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഇവിടെ മനുഷ്യാലയങ്ങളാണ്, നമ്മൾ വീടുകളാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രഹ്മസൂത്രം, യമസൂത്രം, മൃത്യുസൂത്രം, കർണസൂത്രം ഇതെല്ലാം പ്രധാനമാണ്. പക്ഷെ നാഗസൂത്രത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടില്ല. അറിഞ്ഞിരിക്കണം എന്താണ് നാഗസൂത്രം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് അടുത്തത് ഇപ്പൊ നമ്മൾ 100 മർമ്മങ്ങളെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഇതിനകത്ത് അറിയാം വാസ്തുമണ്ഡലത്തിന് 10 നാഡികൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും 10 നാഡികൾ തെക്ക് വടക്ക് ദിശയിലുമുണ്ട്. ഈ 10 തമ്മിൽ കൂട്ടിമുട്ടുന്ന ഓരോ പോയിന്റും മർമ്മങ്ങളാണ്. ഇവിടെ അത് കാണിച്ചിട്ടില്ല, മർമ്മങ്ങൾ എഴുതിയിട്ടില്ല. പക്ഷെ നമുക്കറിയാം ആ പോയിന്റ് കൂട്ടിമുട്ടുന്ന പോയിന്റുകളെല്ലാം മർമ്മങ്ങൾ. അങ്ങനെ 100 മർമ്മങ്ങളുണ്ട്. ഈ 100 മർമ്മങ്ങളിൽ 4 മർമ്മങ്ങൾക്ക് പ്രാധാന്യം കൂടുതലുണ്ട്. ആ പ്രാധാന്യം കൂടുതലുള്ള 4 മർമ്മങ്ങളെ മഹാമർമ്മങ്ങൾ എന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മങ്ങളാണ് 4 മർമ്മങ്ങൾ. ആ 4 മർമ്മങ്ങളെ മഹാമർമ്മങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുന്ന എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കണം. കാരണം നമ്മളിതൊക്കെ ചെയ്യണം. ഇതെല്ലാം മഹാമർമ്മങ്ങൾ ഇതെല്ലാം ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഈ മഹാമർമ്മങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പൊ നോക്കുക,
തെക്ക് കിഴക്കേ മൂല അഗ്നിമൂലയുടെ ഭാഗത്തോട് നോക്കുക. നാഗസൂത്രം എഴുതിയിരിക്കുന്ന ആ തെക്ക് കിഴക്ക് മൂല നോക്കുക. അവിടെ ഒരു ചുവന്ന ലൈൻ വരും, നോക്കൂ. ചുവന്ന, അതായത് കറക്റ്റ് ആ അഗ്നിമൂലയുടെ മൂലയ്ക്കുന്ന് 3 കോളം നമ്മൾ വടക്കോട്ടും 3 കോളം പടിഞ്ഞാറോട്ടും എടുത്തിട്ടാണ് ആ പിന്നെ ചരിഞ്ഞ വരയുടെ 2 മൂല തൊട്ടേ, ഇതാണ് ആ മൂലകൾ തമ്മിൽ. അത് അഗ്നിമൂലയിൽ നിന്ന് 3 എണ്ണം വടക്കോട്ടും 3 എണ്ണം പടിഞ്ഞാറോട്ടും, അതായത് താഴോട്ടും ഇടത്തോട്ട് 3 എണ്ണവും താഴോട്ട് 3 എണ്ണവും, അത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ചുവന്ന വര. ഈ ചുവന്ന വരയ്ക്ക് പേര് രജു എന്നാണ് പറയുന്നത്. രജു, ഈ ചരിഞ്ഞ വര. പക്ഷെ മറ്റേ ഡയഗണൽ 2 ചരിഞ്ഞ, ഡയഗണൽ 2 അല്ലാതുള്ള ചരിഞ്ഞ വരകളെല്ലാം രജുക്കളാണ്. 8 രജുക്കൾ വരും. ആ 8 രജുക്കൾ നമുക്കിവിടെ നോക്കാം. ഇപ്പൊ ഒരു രജുവാണ് ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന രജു തെക്ക് കിഴക്ക് ഭാഗത്താണ്. ഇതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു രജു വരും. അതും കറക്റ്റ് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് 3 കോളം എഴുതി നോക്കുക. അവിടെ ഒരു രജു വന്നു. അതും 3 എണ്ണം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് 3 എണ്ണം കിഴക്കോട്ടും പിന്നെ അതുപോലെ 3 എണ്ണം തെക്കോട്ടും മാറി അതിനെ 2 കൂടെ ജോയിൻ ചെയ്തുകൊണ്ടാണ് ആ ചുമന്ന നടത്തിയ രജു വന്നിരിക്കുന്നത്. ഇനി ഈ 2 രജുക്കളുടെയും ഒരു റെക്ടാങ്കിൾ വരെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഈ 2 രജുക്കളുടെയും നോക്കാം, മുകളിലത്തട്ടം നോക്കി. ഈ 2 ചുമന്ന രജുക്കളുടെയും മുകളിലത്തെ അറ്റം തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ചെയ്തു. ഇതെല്ലാം ആ സെൻറ്ററിൽ കൂടെ പോകണം. ചെറിയ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ സെൻറ്ററിൽ കൂടെ, അതായത് മർമ്മത്തിൽ കൂടെ വേണം ഇത് പാസ് ചെയ്യാൻ. മഹാമർമ്മം കാണണമെങ്കിൽ കറക്റ്റ് മർമ്മത്തിൽ, അതായത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുമ്പം ഇതെല്ലാം ഇതൊക്കെ തുല്യമായിരിക്കണം എന്ന് വരില്ല. അപ്പം അങ്ങനെ വരുമ്പം വര ചരിഞ്ഞാലും സാരമില്ല, കറക്റ്റ് കോർണർ എല്ലാം ടച്ച് ചെയ്ത് വേണം ഈ വര പോകാൻ. അതുപോലെ മറ്റേ നമ്മുടെ 2 ചെറിയ രജുക്കളുടെ താഴെയുള്ള വലിയ രജു വരയ്ക്കുകയാണ്, നോക്കുക. അത് വരച്ചു. ഇപ്പോൾ റെക്റ്റാങ്കിൾ കിട്ടി, ചരിഞ്ഞ റെക്റ്റാങ്കിൾ. 4 വശങ്ങളുള്ള ചരിഞ്ഞ റെക്റ്റാങ്കിൾ. ഈ ചരിഞ്ഞ റെക്റ്റാങ്കിളിന്റെ 4 വശവും 4 രജുക്കളാണ്. അതിനെ 4 രജുക്കൾ എന്ന് പറയും. ഇതുപോലെ തന്നെ മറ്റേ ഡയറക്ഷനിൽ 4 രജുക്കൾ വരും. ഇപ്പൊ നോക്കുക, വടക്ക് കിഴക്ക് നോക്കുക. വടക്ക് കിഴക്ക് ഒരു രജു വന്നു. മൂന്നാമത്തെ വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് 3 സ്ഥാനം തെക്കോട്ടും 3 സ്ഥാനം പടിഞ്ഞാറോട്ടും മാറ്റി അത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു രജു ചുവന്ന നിർത്തി വന്നു. അതുപോലെ തെക്ക് പടിഞ്ഞാറും വരും. കന്നിമൂലയുടെ ഭാഗത്ത് നോക്കുക, അത് 3ാമത്തെ തമ്മിൽ ജോയിൻ ചെയ്തോട്ട് കന്നിമൂലയുടെ ഭാഗത്തും വന്നു. അതും 2 രജുക്കളാണ്. ഇനി ആ 2 രജുക്കളുടെയും വശങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ചരിഞ്ഞ റെക്റ്റാങ്കിൾ അവിടെയും കിട്ടും, നോക്കുക. 1, 2. അപ്പോൾ അവിടെ വേറൊരു ചരിഞ്ഞ റെക്റ്റാങ്കിൾ കിട്ടി. ആ ചരിഞ്ഞ റെക്റ്റാങ്കിളിന് 4 വശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 2 റെക്റ്റാങ്കിളിനും കൂടെ 4, 4, 8 വശങ്ങളുണ്ട്. അതാണ് പരമശായിക പദവിന്യാസ പ്രകാരം ഒരു വാസ്തുമണ്ഡലത്തിൽ ആകെ രജുക്കളുടെ എണ്ണം 8ആണ്. ആ ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നതൊക്കെ രജുക്കളാണ്. അങ്ങനെ 8 രജുക്കളുണ്ട്. അപ്പൊ ഇനിയാണ് നമ്മൾ മഹാമർമ്മത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇത് വെച്ചോണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് മഹാമർമ്മം അടയാളപ്പെടുത്താം. അപ്പൊ നോക്കുക, ഇതെല്ലാം രജുക്കളാണ്. ഈ ചുവന്ന നിറത്തിൽ കാണുന്നതൊക്കെ രജുക്കളാണ്. ഇപ്പൊ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു സർക്കിൾ പോലെ വരച്ചിട്ടുണ്ട്, നോക്കുക. അവിടെ നോക്കുമ്പോൾ അവിടെ നമ്മൾ ആകെ എത്ര ലൈൻസ് ആ പോയിന്റ് ജോയിൻ ചെയ്തോന്ന് നോക്കുക. നമുക്കറിയാം 1, 2, 3, 4, 5, 6, 7, 8 ലൈൻ. 8 ലൈൻസ് തമ്മിൽ അതായത് 8 ലൈൻസ് പറയുമ്പോൾ അവിടെയൊക്കെ എനർജി ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ആ എനർജി ഫ്ലോ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പൊ ഇത് കാണിച്ചിരിക്കുന്നിടത്ത് 8 ലൈൻ. അപ്പോൾ ഇതുപോലെ 4 സ്ഥലങ്ങളിലാണ് ഈ 8 ലൈൻസ് ജോയിൻ ചെയ്യുന്നത്. നോക്കുക, 1, ഇവിടെ 1, 2, 3, 4. ഈ 4 ലൈനിൽ നോക്കിയാൽ 8 ശക്തികൾ അവിടെ, അല്ലെങ്കിൽ 8 ഫോഴ്സുകൾ, അല്ലെങ്കിൽ 8 എനർജി അവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 4ഉം മഹാമർമ്മങ്ങളാണ്. ഇത് 4ഉമാണ് മഹാമർമ്മങ്ങൾ. മഹാമർമ്മങ്ങൾ 1, 2, 4 എണ്ണം വരും. അപ്പൊ ഇത്രയാണ് പരമശായിക പദവിന്യാസം പിന്നെ വരച്ച് വിശദീകരിക്കുക. അതുപോലെ ഇത്രയും ഈ പറഞ്ഞ ഇത്രയും വരയ്ക്കണം. വരച്ചിട്ട് ഏതൊക്കെയാണ് ഇതെല്ലാം എഴുതിയിട്ട് അതിനെപ്പറ്റി ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കണം. പിന്നെ ഇത് കിഴക്കുന്ന പടിഞ്ഞാറോട്ടും തെക്കുന്ന വടക്കോട്ടുമുള്ള ആ മധ്യരേഖകൾ, അതായത് ബ്രഹ്മസൂത്രം യമസൂത്രം തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി, പ്ലോട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കണം. ചുമ്മാ വരച്ചാൽ മാത്രം പോരാ, ഒരു ചെറിയൊരു ഒരു ഡിസ്ക്രിപ്ഷൻ കൂടെ കൊടുക്കണം. ഇത് ക്ലിയർ ആയാൽ ഇതാണ് പദവിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് സ്ഥാനം കാണുമ്പോൾ ഈ പദവിന്യാസം ചെയ്താണ് സ്ഥാനം കാണുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് കൂടെ ആവശ്യം വരുന്നതാണ്.
ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ ഉള്ളതില്ലോ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ പറഞ്ഞ ജനറലായിട്ടുള്ളതല്ല, ഇന്ന് പഠിപ്പിച്ച കാര്യം. ജനറലായിട്ടുള്ള പിന്നെ അവസാന സമയം തരാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളിപ്പോ ഒരു പൊട്ടിച്ചെന്നല്ലേ പേര് എറണാകുളം കേട്ടില്ല. നമ്മള് കറക്റ്റ് ദിശ കണ്ടു. ക്ലിയർ ആയില്ല. ഹലോ, പറയുന്ന എന്തോ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നത്. പറയുന്നത് ക്ലിയർ അല്ല. എന്തോ എക്കോ ഒക്കെ കേൾക്കുന്നു. ഹലോ, നിർത്തൂ. ഈ എക്കോ ഒക്കെ കേൾക്കുന്നു. അതുകൊണ്ട് പറയുന്ന ഒന്നുകൂടെ ശബ്ദത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ക്ലിയർ ആയിട്ടാ കേൾക്കുന്നത്. എന്തോ ശബ്ദങ്ങൾ കേൾക്കുന്നു. കേട്ടില്ല. ഒരാളെ വേലപ്പൻ എന്ന് പറയുന്ന ആളും കൂടി മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പറയുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഈ സംശയം ചോദിക്കുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അതിന്റെ കറക്റ്റ് ദിക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് അറിയാനാ ചോദിച്ചത്. കറക്റ്റ് എന്തോന്നാ കണ്ടുപിടിക്കുന്നത്? ദിശ കണ്ടുപിടിക്കുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് മതി. മുമ്പ് അതിന് പ്രത്യേക ദിശ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മാഗ്നറ്റിക് കോമ്പസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ആവശ്യമില്ല. മാഗ്നറ്റിക് കോമ്പസ് വെച്ച് അതിൽ ചുമന്ന നിറത്തിലുള്ള നീഡിൽ കറക്റ്റ് വടക്കോട്ടും, കറുത്ത നിറത്തിലുള്ള നീഡിൽ കറക്റ്റ് പടിഞ്ഞാറോട്ടും, തെക്കോട്ടുമാണ്. ചെറിയ വ്യത്യാസം, 2 ഡിഗ്രിയുടെ ഡീവിയേഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. അതിന് ഡിക്ലിനേഷൻ എന്ന് പറയും. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. കറക്റ്റായിട്ട് നമുക്ക് ദിശ കാണാൻ മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാവില്ല ഇതുവരെ പറഞ്ഞതില്? ഹലോ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പൊ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന വീടുകളൊക്കെ അല്പക്ഷേത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത്? നമ്മൾ മിക്കവാറും ചെയ്യുന്ന എല്ലാം. കാരണം മധ്യമക്ഷേത്രം വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് പിന്നെ 70 കോൽ നീളവും 70 കോൽ വീതിയും അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതാണ് മധ്യമക്ഷേത്രം വരെ 128 വരെ ഉള്ളത്. അപ്പോൾ അതിന് ഒരു 60 സെന്റെങ്കിലും ഉള്ള സ്ഥലം വേണം. നമ്മളിപ്പോൾ സാധാരണ 60 സെന്റുള്ള സ്ഥലത്തൊന്നും വീട് ചെയ്യാറില്ല. സാധാരണ ചെയ്യുന്ന 5 അല്ലെങ്കിൽ 10 സെന്റൊക്കെ, പരമാവധി 10 സെന്റൊക്കെയാണ്. അതിൽ കൂടുതലൊന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ വീട് അങ്ങനെ ചെയ്യുന്ന പണ്ടൊക്കെയാണേ ഉണ്ടായിരുന്നു. അപ്പം മധ്യമക്ഷേത്രം ആണെങ്കിൽ മിനിമം 60 സെന്റ്, അതായത് പിന്നെ 70 കോൽ നീളം 70 കോൽ വീതി എങ്കിലും വേണം. അങ്ങനെ 70 കോൽ നീളവും 70 കോൽ വീതി ഉണ്ടെങ്കിൽ ഏതാണ്ട് ഉദ്ദേശം ഒരു 60 സെന്റ് വരെയാകും. 60 സെന്റ് സ്ഥലത്തിൽ വീട് വെച്ചാൽ മധ്യമക്ഷേത്രത്തിൻ്റെ കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്നതല്ലേ 5 സെന്റ് 10 സെന്റ് 20 സെന്റ് ചെയ്താലും അതല്ല 50 സെന്റ് ചെയ്താലും നമുക്ക് അല്പക്ഷേത്ര വിധി പ്രകാരം ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. സംശയം ചോദിക്കുന്നവര് പേര് പറഞ്ഞിട്ട് സംശയം ചോദിക്കണം. ഞാൻ പ്രകാശ്, കോഴിക്കോട്. ഓക്കെ. പിന്നെ മറ്റാരെങ്കിലും സംശയങ്ങളോ? വേലപ്പനാണ് സാർ. വേലപ്പനാണ് സാർ. സാർ, ഈ നമ്മളെ പഴയ ക്ഷേത്രങ്ങളൊക്കെ സാർ, വലിയ ക്ഷേത്രങ്ങൾ, ആദ്യം ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിയതിന് ശേഷമാണ് സാർ ഈ ക്ഷേത്രം തുടങ്ങുന്നത്. അത് മതില് കംപ്ലീറ്റ് മേളിലോട്ട് കെട്ടണം നിർബന്ധമില്ല. പക്ഷേ പിന്നെ ഓരോ ക്ഷേത്രത്തിനും ഒരു വാസ്തുമണ്ഡലം പോലെ ചുറ്റും വരും. അത് നമ്മൾ നടപ്പാതെയൊക്കെ ചെയ്യുന്ന അതിൽ നിന്നാണ്. അപ്പൊ അത് പിന്നെ ഒരു മണ്ണിന്റെ ലെവലിൽ താഴോട്ട് മിനിമം ഒരടിയെങ്കിലും ചെയ്തിരിക്കണം. ക്ഷേത്രത്തിന്റെ അകത്തുള്ള ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പിന്നെ ചുറ്റുമുള്ള ഇത് നമ്മൾ ആദ്യം ചെയ്തിരിക്കണം. അത് അകത്തെ മണ്ണിനും വെളിയിലെ മണ്ണും തമ്മിൽ വേർതിരിക്കണം. അത് ചെയ്തിട്ട് വേണം മറ്റൊക്കെ ചെയ്യാൻ. അത് വാസ്തുമണ്ഡലം ആദ്യം കണ്ടുപിടിക്കണം. വാസ്തുമണ്ഡലത്തിലെ ഇത് നമ്മളവിടെ കെട്ടണം. വാസ്തുമണ്ഡലം കെട്ടിയിട്ട് അത് മണ്ണിനെ പൊക്കേണ്ട ആവശ്യമില്ല. മണ്ണിന്റെ ലെവലിൽ പൊക്കിയാലും മണ്ണിന്റെ ലെവലിലായാലും മതി. പക്ഷെ അകത്തെ മണ്ണും വെളിയിലത്തെ മണ്ണും തമ്മിൽ കോൺടാക്ട് വരാൻ പാടില്ല. സംശയം? പേര് പറഞ്ഞിട്ട്. പേര് സനോജ് എന്നാണ്. വേലപ്പൻ സാർ പറഞ്ഞ പോലെ തന്നെ ചോദിക്കണത്. അപ്പൊ നമ്മൾ മണ്ണിൽ ഒരടിക്ക് താഴ്ചയിൽ ഫൗണ്ടേഷൻ ഇട്ട് വെക്കണം എന്നാ പറഞ്ഞത്, കല്ലിട്ട് വെക്കണം എന്നാ പറഞ്ഞത്. അതെ. അത് വാസ്തു ഇത് തിരിച്ചിട്ട് അല്ലെ, നമ്മള് ഗണ്ഡം തിരിച്ചിട്ട് വാസ്തുമണ്ഡലം കണ്ടുപിടിച്ചിട്ട് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി നമ്മൾ ചെയ്തിട്ട് വേണം മണ്ണിന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾ കെട്ടാൻ. ഫൗണ്ടേഷൻ അതിനുമ്പ് ചെയ്യാം. അല്ല, ഒരു സെക്കൻഡ്. ഫൗണ്ടേഷൻ വാസ്തുമണ്ഡലം ചെയ്യുന്നതിന് മുമ്പ് ഫൗണ്ടേഷൻ ചെയ്യാം. ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് മണ്ണിന് മുകളിലോട്ടുള്ള ഭാഗം കെട്ടുമ്പോൾ അത് ഏതായാലും പിന്നെ
വീടായാലും ക്ഷേത്രമായാലും മറ്റ് കെട്ടിടങ്ങളായാലും മണ്ണിന് മുകളിലോട്ടുള്ള ഭാഗം കെട്ടുന്നത് വാസ്തുമണ്ഡലം ചെയ്തതിന് ശേഷമേ ആകാവുന്നതാണ്. ഓക്കെ, അപ്പൊ വാസ്തുമണ്ഡലം വീട് കെട്ടുന്നതിന് മുന്നേ ഫൗണ്ടേഷൻ ഇട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ഥാനം നിർണ്ണയിക്കുക. ഒന്നില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കോ വടക്ക് കിഴക്ക് മൂലയ്ക്കോ വീട് നിർത്താം. അപ്പൊ അടിയിൽ സാറ് പറഞ്ഞ പോലെ ഒരടിക്ക് താഴ്ചയിൽ നിർത്തി വെച്ചിട്ടുണ്ട് വാസ്തുമണ്ഡലം. അപ്പൊ പിന്നെ സ്ഥാനത്തായി വീട്. അങ്ങനെയാണെങ്കിൽ പിന്നീട് നമ്മൾ കെട്ടണം നിർബന്ധമുണ്ടോ? എന്തോ കെട്ടുന്നത്? ഈ പറഞ്ഞ പോലെ ഒരടിക്ക് മുകളിൽ വീണ്ടും സാറ് കെട്ടിപ്പോക്കണമെന്നല്ല. സാധാരണ നമ്മൾ ഈ വാസ്തുമണ്ഡലം നമ്മൾ മണ്ണിന്റെ ലെവലിലായാലും മണ്ണിന്റെ ലെവലിൽ ചെയ്തിരിക്കട്ടെ. മണ്ണിന്റെ ലെവലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല മഴയൊക്കെ ചെയ്യുമ്പോൾ മണ്ണ് അതിന്റെ പുറത്തുകൂടെ ഒക്കെ കയറി അങ്ങോട്ട് ഇങ്ങോട്ടും ആകും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വാസ്തുമണ്ഡലം അല്പം പൊക്കി ചെയ്യണം. കാറ് വല്ലതും കയറി വരുന്ന ചിലപ്പോൾ വാസ്തുമണ്ഡലം ചെയ്യുന്ന ഭാഗത്തൂടെ വാഹനങ്ങൾ വല്ലതും കയറി വരേണ്ട ഭാഗമാണ് ഇവിടെ പൊക്കി ചെയ്യാൻ ഒക്കില്ല. അങ്ങനെയുള്ള ഭാഗത്തൊരു എന്താ ഒരു ബമ്പ് പോലെ ചെറുതായിട്ടൊന്ന് പൊക്കി കാറ് കയറാൻ പറ്റും. പക്ഷെ പതുക്കെ കയറത്തോടെ ഒരു ബമ്പ് പോലെ ചെയ്യണം. ബാക്കിയുള്ള കാറ് കയറേണ്ടാത്ത സ്ഥലത്തൊക്കെ മിനിമം ഒരടിയെങ്കിലും മണ്ണിന് മേളിലോട്ട് പൊങ്ങി നിൽക്കണം. 2 അടി വരെ പൊങ്ങി മിനിമം ഒരടി. പിന്നെ കാറ് കയറേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ ഇപ്പൊ കാർ ഷെഡൊക്കെ അകത്തോട്ട് കാർ ഷെഡിലോട്ട് കാറ് കയറേണ്ടത് ഇവിടെ വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി കൂടെ ആണെങ്കിൽ അങ്ങനെ കയറേണ്ട ഭാഗത്ത് മാത്രം നമ്മളൊരു ബമ്പ് പോലെ ചെയ്യും. ശരി, ഓക്കെ സാർ പറഞ്ഞു. ഓക്കെയാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഈ താഴെ മാത്രം ഇട്ടത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമുണ്ടോ? എന്റെ ചോദ്യം അതാണ്. താഴെ മാത്രം ഒരടിക്ക് മാത്രം വാസ്തുമണ്ഡലം തിരിച്ചിട്ടാൽ മാത്രം മതിയോ? അതുകൊണ്ട് വാസ്തുമണ്ഡലത്തിന് മിനിമം ഒരടി മതിയൊന്നല്ല, മിനിമം ഒരടി. ഒരു സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ 2 അടിയൊക്കെ ചെയ്യും. മിനിമം ഒരടിയെങ്കിലും വേണം. പക്ഷെ ഒരടി അല്പം കൂടിയിരിക്കുന്നത് നല്ലതാണ്. മുകളിലേക്കോ അത് താഴേക്കോ? താഴോട്ട് മണ്ണ് മുകളിലോട്ട് പിന്നെ നമ്മൾ ബമ്പ് പോലെ ചെയ്താലും മതി. കാറ് കയറുന്നിടത്ത് വാഹനങ്ങൾ കയറുന്നിടത്ത് ബമ്പ് പോലെ ചെയ്യുക. വാഹനങ്ങൾ കയറാത്തടുത്ത് ഒരു ഒരടിയെങ്കിലും ഒരടിയോ 1-2 അടി പൊക്കി ചെയ്യും. സാർ വാഹനം വിടും. ഇനിയിപ്പോ താഴെ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മതിയോ? അത് മതിയാവുമോ? ഇല്ല, താഴെ മാത്രം ചെയ്യാൻ പറഞ്ഞില്ല. വലിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അതിന് മുകളിൽ കൂടെ ഒക്കെ കയറി 2 മണ്ണും കൂടെ കയറി മുകളിൽ കൂടെ വന്ന് ചിലപ്പോൾ ഈ വാസ്തുമണ്ഡലത്തിന്റെ ടോപ്പ് കാണാൻ പോലും നമ്മൾ എപ്പോഴും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മേപ്പോട്ട് കെട്ടി അതിന്റെ മുകളിലോട്ട് മണ്ണ് കയറില്ല. ഒരടിയും കൂടെ ചെയ്താൽ ബെറ്റർ. ഓക്കെ, ഒരടി പലത്തിന് 2 അടി വരെ ചെയ്യും. മണ്ണ് വെള്ളോട്ട് താഴോട്ടും 2 അടി വരെ ചെയ്യും. പക്ഷെ ഒരടി ആയാലും മതി, മിനിമം ഒരടി വേണം. പക്ഷെ വാഹനങ്ങൾ കയറുന്നിടത്ത് ബമ്പ് പോലെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. മറ്റെന്തെങ്കിലും സംശയങ്ങളോ? സാറേ സോമനാഥ്. പറയൂ സാറേ. ഈ വാസ്തുമണ്ഡലം കിട്ടുക പറയുമ്പോ അത് മുറ്റം തിരിക്കൽ തന്നെയല്ലേ? മുറ്റം തിരിക്കുന്ന അത് അങ്ങനെയും പറയും. അത് ജനറലായിട്ട് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അതിന്റെ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കലായിട്ട് പറയുന്നതാണ് വാസ്തുമണ്ഡലം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. മറ്റെന്തെങ്കിലും സംശയമൊന്നുമില്ല? ഓക്കെ. ഇനി ജനറലായിട്ട് സംശയത്തിന് അവസാന സമയം തവേ ഒരു 5 മിനിറ്റ് നമുക്ക് അടുത്തൂടെ നോക്കാം. ഈ മുറ്റത്തിന്റെ പുറത്തുകൂടെ നമ്മള് സ്ഥലം മൊത്തം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന അത് വാസ്തുമണ്ഡലത്തിൽ പെടുക? മുറ്റത്തിന് ചുറ്റും മുറ്റത്തിന്റെ പുറത്തുകൂടി മുറ്റത്തിന് നമ്മൾ 2 പേര് ഹൈറ്റിൽ ഒരു കോമ്പൗണ്ട് വളൊക്കെ കെട്ടിയെന്ന് സങ്കല്പിക്കുക. അപ്പൊ അതിന്റെ പുറത്തുള്ള ഭൂമി വാസ്തുമണ്ഡലമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അല്ല, അതിനകത്ത് വാസ്തുമണ്ഡലത്തിന്റെ നമ്മളിപ്പോ ഇപ്പൊ ചുടുകെട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ കോൺക്രീറ്റ് ബ്ലോക്ക് ഇട്ടോ എന്തെങ്കിലും ഇട്ടോ നമ്മൾ വാസ്തുമണ്ഡലം കെട്ടുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലാണ് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി വരുന്നത്. ആ കെട്ട് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി വെളിയിലോട്ടിരിക്കും. ആ ഉള്ളിലെ അളവാണ് വാസ്തുമണ്ഡലത്തിന്റെ അളവായിട്ട് വരുന്നത്. നീളവും വീതിയൊക്കെ നമ്മൾ ആ കെട്ടുന്ന ഇതിന്റെ ഉള്ളളവ് വരണം. അപ്പം വാസ്തുമണ്ഡലം കഴിഞ്ഞിട്ടാണ് ഈ കെട്ട് വരേണ്ടത്. അകത്തോട്ട് വെളിയിലോട്ടുള്ള ഭാഗം വാസ്തുമണ്ഡലത്തിൽ വരില്ല. അപ്പൊ മുറ്റം മാത്രം കണക്കാക്കിയാൽ മതി അല്ലേ? അതിനകത്തുള്ള വാസ്തുമണ്ഡലം കെട്ടുന്നതിന് അകത്തുള്ള ഭാഗമാണ് വാസ്തുമണ്ഡലം എടുക്കുന്നത്, ഉള്ളിലെ അളവ്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഈശാനമേഖല നികുതി കണ്ടെത്തുക മാറ്റിയാൽ മതി. വേറെ ആരോ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ തോന്നുന്നു, ക്ലിയർ അല്ല. സംശയം ചോദിക്കുന്നവർ മാത്രം ഇത് അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്തവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ചോദിക്കൂ. അപ്പൊ ആ വാസ്തുമണ്ഡലം നമ്മളിപ്പം പറഞ്ഞ ഈ മുറ്റത്തിന്റെ അകത്ത് നമ്മൾ വാസ്തുമണ്ഡലം ക്രമീകരിക്കുമ്പോൾ അതിന്റെ കന്നിമൂലയിലോ ഈശാനമൂലയിലേക്കോ വീട് വരത്തക്ക രീതിയിൽ മുറ്റത്തിന്റെ വിസ്താരം ക്രമപ്പെടുത്തണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് വീട്ടിന്റെ ഭിത്തിന്ന് നമ്മുടെ വാസ്തുമണ്ഡലത്തിന്റെ ആ അതിർത്തിയിൽ വരെയുള്ള ആ ദൂരം പടിഞ്ഞാറ് വശവും തെക്ക് വശവും കുറച്ചും വടക്ക് വശവും കിഴക്ക് വശവും, അതായത് പടിഞ്ഞാറ് വശത്തേക്കാൾ കൂടുതൽ കിഴക്ക് വശവും
തെക്ക് വശത്തേക്കാൾ കൂടുതൽ വടക്ക് വശമായ വീട് സ്വാഭാവികമായിട്ടും തെക്ക് പടിഞ്ഞാറോട്ട് മാറിയിരിക്കും. അതുപോലെ വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണമെങ്കിൽ പടിഞ്ഞാറിനേക്കാൾ കൂടുതൽ കിഴക്ക് വരണം, തെക്കിനേക്കാൾ കൂടുതൽ വടക്ക് വരണം, അല്ല വടക്കിനേക്കാൾ കൂടുതൽ തെക്ക് വരണം. അപ്പൊ വീട് വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കും. ഓക്കെ. നമ്മൾ പറമ്പിന്റെ അതിർത്തിയെ കുറിച്ച് ആലോചിക്കുക വേണ്ട. പറമ്പിന്റെ അതിർത്തി എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം ഒരു 20 സെന്റ് സ്ഥലം സങ്കല്പിക്കാം. അതിനകത്ത് വേറെ വാസ്തുമണ്ഡലം വാസ്തുമണ്ഡലത്തിൽ, അതായത് മനസ്സിലായി. അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്മുടെ വസ്തുവിന്റെ വെളിയിൽ നമുക്ക് ആവശ്യം പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് മതിൽ കെട്ടും. സാധാരണ എപ്പോഴും കെട്ടുമല്ലോ, നമ്മുടെ അതിർത്തി തിരിക്കാൻ വേണ്ടി മതിൽ കെട്ടും. ആ മതിലകത്ത് വാസ്തുമണ്ഡലം വേറെ, ചിലപ്പോൾ അത് തന്നെ വാസ്തുമണ്ഡലമായിട്ട് എടുക്കാം. ചെറിയ സ്ഥലമൊക്കെയാണ്, അത് തന്നെ വേണമെങ്കിൽ വാസ്തുമണ്ഡലമായിട്ട് കിട്ടുകയാണെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ വാസ്തുമണ്ഡലം അവിടെ വേറെ കെട്ടണം. ഓക്കെ. അപ്പൊ പറമ്പിന്റെ അതിർത്തി കൂടെ മതിൽ കെട്ടിയാൽ അതും വാസ്തുവായിട്ട് എടുക്കാം, അല്ല വാസ്തുമണ്ഡലമായിട്ട്? അതും ആ ഉത്തമമായ അളവുകളും ഒക്കെയാണ്, കറക്റ്റ് ദിശയൊക്കെ ആണെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ മുറ്റത്തിന്റെ അതിർത്തി പ്രത്യേകം നമ്മൾ കെട്ടിത്തിരിക്കണം. വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തി കെട്ടിത്തിരിക്കണം. അത് തന്നെ, അത് മുറ്റം തന്നെ ആക്കി ക്രമീകരിച്ചാ പോരെ? മുറ്റം മിക്കവാറും മുറ്റം എന്ന് സാധാരണ പറയുന്നത് വീടിന്റെയും വാസ്തുമണ്ഡലത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിനാണ് സാധാരണ നമ്മൾ മുറ്റം എന്ന് പറയുന്നത്. വാസ്തുമണ്ഡലത്തിന്റെ വെളിയിലുള്ള ഭാഗം പുരയിടം എന്ന് പറയും. വൃക്ഷങ്ങളും തെങ്ങ്, കമുക, അല്ലെങ്കിൽ പിന്നെ മാവ്, പ്ലാവ് ഒക്കെ വാസ്തുമണ്ഡല അതിർത്തിക്ക് വെളിയിലേ ചെയ്യും. അകത്ത് നമ്മൾ വേണമെങ്കിൽ ചെറിയ ചെടികളോ അല്ലെങ്കിൽ പിന്നെ റോസ്, അല്ലെങ്കിൽ അതുപോലെ ചെമ്പരത്തി, തുളസി മുതലായ ചെറിയ ചെടികളൊക്കെ വളർത്താം. വലിയ വൃക്ഷങ്ങള് വാസ്തുമണ്ഡലത്തിൽ അകത്ത് വളർത്താൻ പാടില്ല. സാർ, വാസ്തുമണ്ഡലം പറഞ്ഞിട്ട് രമേശ് കെ വി. പറയും. വാസ്തുമണ്ഡലത്തിന്റെ ഭിത്തിയുടെ പുറം അളവാണോ അകം അളവാണോ വാസ്തുമണ്ഡലത്തിന് അഡോപ്റ്റ് ചെയ്യേണ്ടത്? അകത്തെ അളവ്, പുറത്തെ അളവല്ല. അതായത് മണ്ണ് ഇവിടെ വെച്ച് ബ്രേക്ക് ആവുന്നു, അവിടെ വെച്ചാണ് വാസ്തുമണ്ഡലം അതിർത്തി വരുന്നത്. അപ്പം അകത്തെ അളവ് വേണം എടുക്കാൻ. അപ്പൊ ഭിത്തി വാസ്തുമണ്ഡലത്തിന് പുറത്തിരുന്നാൽ മതി. ഭിത്തി വാസ്തുമണ്ഡലത്തിന് വെളിയായിട്ടാണ് വരുന്നത്. കാരണം മണ്ണിന്റെ ഇതാണ്. മണ്ണ് അവിടെ വെച്ച് നമുക്ക് വാസ്തുമണ്ഡലത്തിൽ അകത്ത് വരുമ്പോൾ അവിടെ വെച്ച് മണ്ണ് ബ്രേക്കായി. അപ്പൊ ആ മണ്ണ് ബ്രേക്ക് ആവുന്ന ഭാഗമാണ് വാസ്തുമണ്ഡലത്തിന്റെ അതിർത്തിയായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. മറ്റെന്തെങ്കിലും? അപ്പൊ നമുക്കിപ്പോ വേണ്ട 9:40 ആകുന്നു. അപ്പൊ വേറെ ജനറൽ ആയിട്ടുള്ള സംശയം ഇന്ന് പഠിച്ച അല്ലാതെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. ജനറൽ ആയിട്ട് വാസ്തുവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, സോമനാഥാണ്. നമ്മളെ ഇപ്പോ സാധാരണഗതിയിൽ ഇപ്പോ വീടുകളൊക്കെ പറഞ്ഞാല് വീട് വെച്ചതിന് ശേഷമാണ് മുറ്റം തിരിക്കലും ഇതൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുറ്റത്തിന്റെ കണക്ക് എങ്ങനെ എടുക്കും? അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞത് വാസ്തുപ്രകാരം ചെയ്യുന്ന വീടിന് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ചെയ്യുന്നുണ്ട് ചിലരൊക്കെ. ശരിക്കും ചെയ്യുകയാണെങ്കിൽ നമ്മള് മണ്ണിന് അടിയിലോട്ടുള്ള അതായത് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ വാസ്തുമണ്ഡലം തിരിക്കേണ്ട ആവശ്യമില്ല. തിരിക്കണം നിർബന്ധമില്ല. തിരിക്കണമെങ്കിൽ തിരിക്കാം, നിർബന്ധമില്ല. മണ്ണിന് മുകളിലോട്ട് ബേസ്മെന്റും ഭിത്തിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ വാസ്തുമണ്ഡലം തിരിച്ചിട്ട് വേണം മണ്ണിന് മുകളിലോട്ടുള്ള എല്ലാം കിട്ടാൻ. അതാണ് ആസ്പർ വാസ്തു ചെയ്യാനും അങ്ങനെ വേണം. പിന്നെ ചില അല്ലാതെ ചെയ്യുന്നുണ്ട്, വീടൊക്കെ കഴിഞ്ഞിട്ട് വേണം വാസ്തുമണ്ഡലം ചെയ്യാനൊക്കെ. പക്ഷെ അത് വാസ്തുപ്രകാരം കറക്റ്റ് അല്ല. വാസ്തുപ്രകാരം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വാസ്തുമണ്ഡലം നമ്മള് മണ്ണിനടിയിലോട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ചെയ്യാം. ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ, ഇപ്പം വെൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ പില്ലർ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഏത് തരം ഫൗണ്ടേഷനൊക്കെ. ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് വാസ്തുമണ്ഡലം കെട്ടാൻ നിർബന്ധമില്ല. വേണമെങ്കിൽ കെട്ടാം, നേരത്തെ കെട്ടിക്കൂടുന്നില്ല, വേണമെങ്കിൽ കെട്ടാം, പക്ഷെ നിർബന്ധമില്ല. മണ്ണിന് മുകളിലോട്ട് ബേസ്മെന്റും ഭിത്തിയൊക്കെ കെട്ടുന്നതിന് മുമ്പ് വാസ്തുമണ്ഡലം കെട്ടിയിരിക്കണം. അതാണ് ആസ്പർ വാസ്തു, അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ. പിന്നെ മറ്റെന്തെങ്കിലും? സാർ, വേലപ്പനാണ് സാർ. പറയൂ സാർ. ഈ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം, അതിനകത്ത് സാർ മതിലിനകത്ത് 100 കെട്ടിടങ്ങൾ വരുന്നുണ്ടല്ലോ സാർ. പറഞ്ഞുതരാം. അതായത് പിന്നെ നമുക്ക് 2 വിധം ചെയ്യാം. ഒന്നിപ്പോ ഒരു വലിയ 3-4 കെട്ടിടം ഉണ്ടെന്നിരിക്കട്ടെ. 3-4 കെട്ടിടം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഓരോന്നിനും പ്രത്യേകം വാസ്തുമണ്ഡലം ചെയ്ത് ചെയ്യാം. ഓരോന്നും ഓരോ വാസ്തുമണ്ഡലമായിട്ട് എടുത്തിട്ട് ഓരോന്നിനും പ്രത്യേകം വാസ്തുമണ്ഡലം ചെയ്ത് ഓരോന്നിനും ഇതുപോലെ സ്ഥാനം എല്ലാം കണ്ട് അങ്ങനെ ചെയ്യാം. അതാണ് ഒരു മെത്തേഡ്. അല്ലെങ്കിൽ പ്രധാന ഗ്രഹവും മറ്റേതൊക്കെ ഉപഗ്രഹങ്ങൾ എന്ന് പറയും. പിന്നെ നമ്മളിപ്പോ ഒരു വീടിനെ ഒരു ഔട്ട് ഹൗസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ നമ്മൾ വെളിയിലൊരു ബാത്റൂം ചെയ്യുന്നു, അല്ലെങ്കിൽ വെളിയിലൊരു ടോയ്ലറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ പണ്ടത്തെ കാലത്ത് ഒരപ്പുര, അതായത് ഈ പിന്നെ കുടിക്കാനും അങ്ങനെയുള്ളതൊക്കെ വെളി പ്രത്യേക ഒരു മുറി ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ മെയിൻ വീടുമായിട്ട് അല്ലാതെ ഉപശാലകൾ എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നത് ഒരൊറ്റ വാസമനത്തിനകത്ത് ഒന്നിൽ കൂടുതൽ 4-5 എത്ര ചെയ്യാൻ പറ്റും. അത് ഇവിടെയൊക്കെ പലയിടത്തും ഉള്ളത് ഒരു ഗ്രഹം, മെയിൻ ഗ്രഹവും
അതിന്റെ വെളിയിൽ പല ഉപശാലകളും വരും. ശാലകളും ഉപശാലകളും ചെയ്യുന്നതിന് അത് പഠിക്കാനുണ്ട്. അതിനെപ്പറ്റി കുറച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും കുറച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ശാലകളും ഉപശാലകളും ചെയ്യുമ്പോൾ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശാലാമധ്യവും ഉപശാലകളുടെ മധ്യവും തമ്മിൽ മിനിമം അതിന് ഇത്ര സെന്റിമീറ്റർ, ഉദ്ദേശം 5 അടി വരും. 5 അടി എന്ന് പറയുമ്പോഴത്തേക്ക് 6 അടി. 6 അടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 180 സെന്റിമീറ്റർ, 150 സെന്റിമീറ്റർ മാറിയിട്ട് ശാലാമധ്യത്തിൽ നിന്ന് മാറിയ ഉപശാലകളുടെ മധ്യം വരാവുന്നതാണ്. അപ്പൊ അങ്ങനെ വേറെ ചില ഇതുണ്ട്. ശാലാമധ്യം ഉപശാലാമധ്യം ഒന്നും ഒരേ ലൈനിൽ വരാൻ പാടില്ല. അതിന്റെ വേദങ്ങൾ അങ്ങനെയൊക്കെ വരണം. അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളുണ്ട്. അത് നമുക്ക് അതിൽ വരും, അല്ലെങ്കിൽ നമ്മൾ പിന്നെ വരും. പക്ഷെ ശാലാമധ്യം ഉപശാലാമധ്യം നമ്മുടെ ഡിസ്റ്റൻസ് മിനിമം 6 അടിയെങ്കിലും വേണമെന്നാണ്. ഉപശാലകളായിട്ട് ഒരു ശാലയും ഉപശാലകളുമായിട്ട് ഒറ്റ വാസമണ്ഡലത്തിനകത്ത് വരാം. അതായത് ഒരു ശാല ഒന്നേ ആകാം, ഒന്നിക്കുള്ളിൽ ശാല വരാം. ദ്വിശാല, ത്രിശാല, ചതുശാല എന്ന് പറഞ്ഞാൽ 4 കെട്ട്. 4 കെട്ടിനകത്ത് ഒറ്റ വാസമണ്ഡലത്തിനകത്ത് 4 ശാലകളുണ്ട്. അത് അതിന്റെ നിയമം അനുസരിച്ചായിരിക്കണം. ഏകശാല, ദ്വിശാല, ത്രിശാല. നമ്മൾ ശാലാ സംവിധാനം എന്നുള്ള ചാപ്റ്ററിനകത്തത് ബേസിക് ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചാണ് എടുക്കുന്നതാണ് ശാലാ സംവിധാനം. ഏകശാല, ദ്വിശാല, ത്രിശാല, ചതുശാല. അങ്ങനെ അത് 4 ശാലകൾ ഒരു വാസമണ്ഡലത്തിനകത്ത് വരുന്നതിനാണ് ചതുശാല, 4 കെട്ട് എന്ന് പറയുന്നത്. ഒരു ശാല വരുന്ന ഏകശാല. അപ്പൊ അങ്ങനെ ഏകശാല ചെയ്യുമ്പം ഒരു വാസമണ്ഡലത്തിനകത്ത് ഒന്നീ കൂടുതൽ വന്നാൽ ഏകശാല ഒന്ന് ഒരു പ്രധാനപ്പെട്ടത്, ബാക്കിയെല്ലാം ഉപശാലകളായിരിക്കും. അങ്ങനെ ഒരു വാസമണ്ഡലത്തിനകത്ത് പല ശാലകൾ വരാം. ഒന്നേ ഉള്ളൂ മെയിൻ ശാല, ബാക്കി ഉപശാലകൾ. ഒന്നിൽ കൂടുതൽ മെയിൻ ശാല വന്നാൽ അത് ഒന്നുകിൽ ദ്വിശാല, അല്ലെങ്കിൽ ത്രിശാല, അല്ലെങ്കിൽ ചതുശാല. അങ്ങനെ നമുക്ക് ദശശാല അങ്ങനെയൊക്കെ ഉണ്ട്. ദശശാല അതുപോലെ അങ്ങനെ 10 കെട്ട്, 12 കെട്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ 8 കെട്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ അഡ്വാൻസ് കോഴ്സ് നിങ്ങൾക്ക് പിന്നെ 4 കെട്ട് എന്നുള്ള ചാപ്റ്റർ വരുമ്പോൾ അതിനകത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ട് വരും. എന്തൊക്കെയാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, 4 കെട്ട് എന്താണ്, 8 കെട്ട് എന്താണ്, 12 കെട്ട് എന്താണ്, ഇതൊക്കെ എപ്പോഴും അതിൽ നമുക്ക് പഠിക്കാനുണ്ട് 4 കെട്ട് പഠിക്കുമ്പോൾ. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സംശയമൊന്നുമില്ല. നമുക്ക് 9:45 നമുക്ക് അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് നോക്കാം. ഒരു സംശയം. പറയൂ. ആരെ പേര് പറഞ്ഞില്ല? ഹലോ, ക്ലിയർ അല്ല. വേറെ ആരോ എനിക്ക് തോന്നുന്നു മ്യൂട്ട് ചെയ്തിട്ടില്ല. സംശയം ചോദിക്കാൻ മാത്രം അൺമ്യൂട്ട് ചെയ്യുക, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യുക. സനോജ് എന്നാണ് പേര്. പറയൂ. പിന്നെ ഇപ്പൊ സാർ പറഞ്ഞല്ലോ, നമ്മളെ ഈ വാസ്തു മണ്ഡലത്തിൽ കെട്ടിത്തിരിക്കണം പറഞ്ഞല്ലോ. അത് നമ്മൾ ചതുരത്തിലാണ് തിരിക്കേണ്ടത് അല്ലേ? സമയതരമാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ ദീർഘതരമാകാം. ദീർഘായിക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഒരിക്കലും കട്ടിങ് വരാൻ പാടില്ല. വാസ്തു മണ്ഡലത്തിലാണോ കട്ടിങ് വരാൻ പാടുന്നത്, അല്ല ഗ്രഹത്തിനാണോ? കട്ടിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മൂല അതാണോ ഉദ്ദേശിച്ചത്? മൂല മിസ്സിങ് അതാണ്. മൂല മിസ്സിങ് വസ്തുവിനും പാടില്ല, വീടിനും, വാസ്തു മണ്ഡലത്തിനും പാടില്ല, വീടിനും പാടില്ല. രണ്ടിനും പാടില്ല. നല്ലതല്ല. അല്ലെങ്കിൽ അതിന്റെ പരിഹാരം വെച്ചിടാം. പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ പഠിക്കുന്ന പരിഹാരമല്ല. കറക്റ്റ് ആയിട്ടുള്ള വീടാണെങ്കിൽ ഒരു മൂലയും മിസ്സിങ്, ഇംഗ്ലീഷിൽ മിസ്സിങ് കോർണർ എന്ന് പറയും, മലയാളത്തിൽ അപൂർണമായ മൂല എന്ന് പറയും. അത് വീടിനും പാടില്ല, വാസ്തുമണ്ഡലത്തിനും പാടില്ല. അപ്പൊ ചില സിറ്റ് ഔട്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ തള്ളി നിൽക്കില്ലേ? ഈ ഏതെങ്കിലും മൂല സെന്റർ മാത്രം തള്ളി നിൽക്കില്ലേ? ബാക്കി 2 മൂലകൾ അത് തള്ളി നിൽക്കുന്നതിന് മിസ്സിങ് അല്ല, അത് പ്രൊജക്ടിങ് എന്ന് പറയും. അപ്പൊ നമ്മൾ മൂല പ്രൊജക്ട് ചെയ്യുക. അതിന് നമുക്ക് വടക്ക് കിഴക്കോട്ട് വേണമെങ്കിൽ പ്രൊജക്ട് ചെയ്യാം. വടക്കിന്റെ മധ്യം, കിഴക്കിന്റെ മധ്യം, വടക്ക് കിഴക്ക്, ഈ 3 സ്ഥലത്തോട്ട് പ്രൊജക്ഷൻ ആകാം. മറ്റു ഭാഗങ്ങളിൽ പ്രൊജക്ഷൻ പാടില്ല. മിസ്സിംഗ് കോർണർ ആണെങ്കിൽ മൂല ഇല്ലാത്തത്, അപൂർണമായ മൂലയാണെങ്കിൽ ഒരിടത്തും വരാൻ പാടില്ല. പക്ഷെ പ്രൊജക്ഷൻ ആണെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈശാന്യ മൂലയുടെ ഭാഗത്ത് പ്രൊജക്ഷൻ ആകാം, തള്ളു വരാം. രണ്ടും എടുക്കണം അല്ലേ? വീട് നോക്കണം, വാസ്തു മണ്ഡലവും നോക്കണം. വീട് രണ്ടും നോക്കണം. വീടിനും നോക്കണം, രണ്ടിനും പ്രൊജക്ഷനും വടക്ക് കിഴക്ക്. പ്രൊജക്ഷൻ ആണെങ്കിൽ വടക്ക് കിഴക്കോട്ടും വടക്കിന്റെ മധ്യത്തിലും കിഴക്കിന്റെ മധ്യത്തിലും പ്രൊജക്ഷൻ ആകാം. അത് വീടിനും ആകാം, വസ്തുവിനും ആകാം. പക്ഷെ മിസ്സിംഗ് കോർണർ അല്ലെങ്കിൽ അപൂർണമായ മൂല ഒരു ഭാഗത്ത് വീടിനും പാടില്ല, വാസ്തുമണ്ഡലത്തിനും പാടില്ല. അപ്പൊ ഈ കന്നിമൂല തെക്ക് പടിഞ്ഞാറ് മൂല അത് കട്ടാവാൻ പാടില്ല. ഏറ്റവും, അതായത് 4 മൂലകളും പാടില്ല. ആ 4 മൂലകളിൽ ഏറ്റവും കൂടുതൽ ദോഷം കന്നിമൂല കട്ടാവുന്നതിനാണ്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? സാറേ, സോമനാഥാണ്. പറയൂ സാറേ. പിന്നെ നമ്മളെ ഇപ്പോ വീടിന്റെ അതേ യോനി തന്നെ വേണോ വാസ്തുമണ്ഡലത്തിന്റെ യോനിയും? വേണം, നിർബന്ധമില്ല.
പക്ഷെ പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് വീട് കിഴക്കിനെ നമ്മൾ ഇപ്പൊ അത് പറയാം, നിങ്ങൾക്ക് ഇത് ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞായതുകൊണ്ട് അറിയാമായിരിക്കും. അതായത് വീട് കിഴക്കിനെയായിട്ട് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീടിനായാലും വാസ്തുമണ്ഡലത്തിനായാലും പിന്നെ ധ്വജയോനി മാത്രമേ ആകാവൂ. പക്ഷേ കാരണം കിഴക്കിനെയായിട്ടുള്ള വീടിന് ധ്വജയോനി മാത്രമേ ആകാവൂ. അപ്പൊ അതുകൊണ്ട് വീടിനായാലും വാസ്തുമണ്ഡലത്തിനായാലും അതേസമയം പടിഞ്ഞാറോട്ട് വീട് പടിഞ്ഞാറോട്ട് മാറി നിൽക്കുന്നു, കിഴക്കോട്ട് ഫേസ് ചെയ്തു. പടിഞ്ഞാറ്റിനെയാണെങ്കിൽ ധ്വജം, സിംഹം, ഗജം, വൃഷഭം, ഇത് 4 ആകാം. ഈ 4 യോനികളും പടിഞ്ഞാറ്റിന് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന പടിഞ്ഞാറ്റിനായിട്ട് ചെയ്യുന്ന വീടിന് ഈ 4 യോനി ആകാം. അതായത് പിന്നെ ധ്വജയോനിയാകാം, സിംഹയോനിയാകാം, ഗജയോനിയാകാം, വൃഷഭയോനിയാകാം. വൃഷഭയോനി ഏറ്റവും നല്ലത്, മറ്റു 3 യോനികളും ഉത്തമമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീടിന് ധ്വജയോനിയും പുരയിടത്തിന് സിംഹയോനി അങ്ങനെയൊക്കെ ആകാം. കാരണം ഈ 4 ആകാവുന്നതുകൊണ്ട്. കിഴക്കിനെയായിട്ട് നമ്മൾ ചെയ്യുകയാണ്, പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്യുന്ന കിഴക്കിനെയാണെങ്കിൽ ധ്വജയോനി മാത്രമേ ആകാവൂ. വടക്കിനെയാണെങ്കിൽ ധ്വജവും സിംഹവും ആകാം. അതൊക്കെ നിങ്ങൾ യോനി കൽപ്പന എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഓടിച്ച് പോകും നമ്മൾ പിന്നെ ഡിപ്ലോമ കോഴ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ക്ലിയർ ആയോ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടാവല്ലോ? ഓക്കെ, അപ്പൊ സംശയമില്ലാന്ന് വിചാരിക്കുന്നു. 9:45 ആയി. ഓഫ് ചെയ്യാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.